പോകണ്ടെന്നുള്ളൊരു അറിവ് വേണ്ടേ? വേണ്ടേ? അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്താൻ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇന്ന് നമ്മൾ കാറോ മറ്റൊക്കെയാണ് ഓടിക്കുന്നത്. ഗൂഗിൾ മാപ്പ് പോലുള്ള സംവിധാനങ്ങളുണ്ട്. അത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, അല്ലേ? ശരിയല്ലേ? ഇതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ആരോടെങ്കിലും ചോദിച്ചിട്ടെങ്കിൽ എത്താൻ പറ്റും. ഇപ്പൊ നമ്മൾ ഡോക്ടർമാരെ ഈ ഒരു അസുഖം വന്നാൽ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ജനറൽ GP-മാരെടുത്ത് പോകും. ഇന്നിപ്പോ നമുക്ക് സ്പെഷ്യലൈസേഷനായി, ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരായി. കണ്ണിന് മാത്രമുള്ള ഡോക്ടർ ഡോക്ടർമോളജി, അതുപോലെ ലങ്സിന് മാത്രമുള്ള ഡോക്ടർ, കിഡ്നിക്ക് മാത്രമുള്ള ഡോക്ടർ, ഇല്ലേ? പണ്ട് ജനറൽ മെഡിസിൻ ആയിരുന്നു. അപ്പൊ നമ്മൾ ഓരോന്നിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ നമുക്കറിയാം ആൾക്ക് ആ വിഷയത്തെക്കുറിച്ച് വേണ്ടത്ര അറിവുണ്ടെന്ന്. എന്നാൽ ക്ഷേത്രത്തിൽ എന്തിനാണ് പോകുന്നത്? ഒരിഷ്ട ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കും, ഞാൻ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? ഇതെങ്ങനെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? തൊഴാനാണെന്ന് പറഞ്ഞാൽ ആരെ തൊഴാൻ? ദൈവത്തെ തൊഴാൻ. അപ്പൊ ആരാണ് ദൈവം? ഇപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ മുന്നിലിരിക്കുന്ന ഒരു വിഗ്രഹമോ കല്ലോ ഒക്കെയാണോ? അപ്പൊ അല്ല. പിന്നെ ദൈവം എന്ന് പറഞ്ഞാൽ സർവശക്തിയുള്ള, എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ബോധമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ എന്തിനാ ഒരു വിഗ്രഹത്തിന്റെ ആവശ്യം? നമ്മൾ ഉള്ളിലാണെങ്കിൽ ഉള്ളിലുള്ളത് കണ്ടുപിടിച്ചാൽ പോരെ? ഇങ്ങനെ ഒരു 100 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായൊരു ഉത്തരം നമുക്ക് കൃത്യമായി പറയാനുള്ള കഴിവുണ്ടോ ഇല്ലയോ? പറയൂ, ഇല്ല. ഇതാണ്, ഈ ദൗർബല്യമാണ് മറ്റു മതങ്ങളൊക്കെ പലപ്പോഴും പ്രയോജനപ്പെടുത്തുന്നത്. നമ്മുടെ കുട്ടികൾ ഇതര മതത്തിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം അവർക്ക് അവിടെ നിന്നും കിട്ടുന്നത് കൊണ്ടാണ്. ഇപ്പൊ നോക്കൂ, ഒരു ക്ലാസ്സിൽ പോകുന്ന നമുക്ക് ആ ടീച്ചർ വേണ്ട പോലെ പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ലെങ്കിൽ ട്യൂഷന് പോണ്ടേ? വേണ്ടയോ? ഇതിപ്പോ കുട്ടികൾ ട്യൂഷന് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സ്കൂളിലെ അധ്യാപകർക്ക് വേണ്ട സമയത്ത് അത് വേണ്ടതുപോലെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുട്ടികളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നിടത്തേക്ക് പോകുന്നു. ആണോ അല്ലയോ? ഇതുപോലെയാണ് ഹിന്ദുക്കൾക്ക് പറ്റിയത്. അതായത് നമ്മുടെ മതത്തിൽ ഇതൊന്നും പഠിക്കാൻ സംവിധാനമില്ലാതെ വരുമ്പോൾ വേറെ മതങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നു. അത് നമ്മൾ ഉണ്ടാക്കി വെച്ച ദുരന്തമാണ്. ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ 7 ദിവസം കൊണ്ട് നമ്മൾ ആചരിക്കുന്ന പലതും എന്താണ് അതിൻ്റെ പിന്നിലുള്ളൊരു ജ്ഞാനം, ശാസ്ത്രം, ഈ ബോധമുള്ളവരായി മാറുക. വേണോ വേണ്ടയോ? അപ്പൊ നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത കൂടും. വ്യക്തതയില്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും, ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ഭക്തി, നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഈ ഭക്തി ശരിക്കുള്ള ഭക്തിയാണോ എന്ന് എങ്ങനെ അറിയാം? അപ്പൊ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ട് നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, ശങ്കരൻ വീണ്ടും തെങ്ങ് തന്നെയാണെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നോക്കുക, അവസാന കാലത്തിലൊക്കെ പലരും നരകിച്ചും ദുരിതം അനുഭവിച്ചൊക്കെ മരിക്കുമ്പോൾ ചിലരെന്താ പറയുമോ, ഇവരൊക്കെയാണ് അമ്പലത്തിൽ പോയത് പണ്ട്. ഒരു കാലത്ത് അമ്പലത്തിൽ പോയി കടന്നവരാണ്. ഇപ്പൊ കണ്ടില്ലേ, നരകം അനുഭവിക്കുന്നു. ദൈവം പോലും അവരെ കൈവിട്ടില്ല എന്ന്. ഇല്ലേ, കേൾക്കാറില്ലേ? നമ്മളങ്ങനെ ഉണ്ടോ? കേൾക്കാറില്ലേ? അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ എന്താ മനസ്സിലാക്കുക? ഇവര് വെറുതെ അമ്പലത്തിൽ പോയി സമയം കളഞ്ഞു എന്നല്ലാതെ ഇവരുടെ ആരോഗ്യവും നോക്കിയില്ല. ഉണ്ടോ? അവരെ ആരോഗ്യം ശ്രദ്ധിച്ചില്ല. ഇപ്പൊ അവരെ തിരിഞ്ഞു നോക്കാൻ ആരും ഇല്ലാതായി എന്ന് പറയുമ്പോൾ ഒരു ദൈവവും രക്ഷിക്കാനില്ല എന്നുള്ളതല്ലേ കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ കുറെ കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും ഇതൊന്നും ആയിരുന്നില്ല നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. കാരണം നമ്മുടെ ഒരു ഭക്തി വിശ്വാസത്തിൽ മാത്രം നിന്നു. വിശ്വാസവും ഭക്തിയും രണ്ടാണ്. വിശ്വാസം ഒരു അന്ധമായ വിശ്വാസമാണ്. ദൈവം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കും, ദൈവം നിങ്ങളെ സംരക്ഷിക്കും, ദൈവം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നതൊക്കെ ഒരു വിശ്വാസമാണ്. അത് അന്ധമാണ്. കാരണം കാലവിയോഗത്തെ മാറ്റാൻ ദൈവത്തിന് പോലും സാധ്യമല്ല. ഇപ്പൊ നമ്മളിപ്പോ വിചാരിക്കുകയാണ് ഉച്ചയാവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഉച്ചയായേ പറ്റുള്ളൂ. കാലം സൂര്യൻ ഉദിച്ച് ഉണർന്നേ പറ്റുള്ളൂ. ഇതുപോലെയാണ് എനിക്കൊന്നും വരരുത് എന്ന് വിചാരിച്ചത് കൊണ്ടൊന്നും വരാതിരിക്കില്ല. കാരണം വഴിയിലുള്ളതൊന്നും വരാനുള്ളതൊന്നും
വഴി തങ്ങില്ല എന്ന് പറഞ്ഞ പോലെ വരാനുള്ളതൊക്കെ വന്നേ പറ്റുള്ളൂ. ഒരു ദൈവത്തിന് തടുക്കാൻ പറ്റില്ല. ഇവൾ കൃഷ്ണന് പോലും പറ്റിയിട്ടില്ല, കൃഷ്ണന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മളെ നേരിട്ടേ പറ്റുള്ളൂ. അപ്പൊ എന്തിനാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നത്? ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായൊരറിവ് വേണ്ടേ? വേണ്ടയോ? ഒരു കാര്യം അറിവോടെ ആചരിക്കുമ്പോഴാണ് അത് നമുക്ക് പ്രയോജനപ്പെടുക. അറിവില്ലാതെ ആചരിക്കുമ്പോൾ അത് നമുക്ക് കേവലം ഒരു വിശ്വാസത്തിൽ തന്നെ ചുരുങ്ങിപ്പോകും. ഒരു വിശ്വാസത്തിൽ ചുരുങ്ങിപ്പോയാൽ നമ്മുടെ കുട്ടികൾ അത് പിന്തുടരാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ നോക്കൂ, നമ്മുടെ കുട്ടികളൊന്നും അമ്പലത്തിലേക്ക് വരാതെ പോയത് എന്തുകൊണ്ടാണ്? ഒരു യുവതലമുറ വിട്ടുപോയത്. കാരണം നിങ്ങൾ അന്ധമായിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്. നിങ്ങളിതൊരു അന്ധത ഉണ്ടെന്ന് ആദ്യം തിരിച്ചറിയണം. ഇതിനെ മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പോലും ഇതിലേക്കുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടല്ലോ? അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ, അവർക്കതിന്റെ പ്രയോജനം മനസ്സിലാക്കി കൊടുക്കാൻ ആദ്യം ആർക്കറിവ് വേണം? നമുക്കറിവ് വേണം. അപ്പൊ നമ്മള് ഇതൊക്കെ കൊണ്ട് നടക്കുമ്പോൾ തന്നെ ഇത് വേണ്ട രീതിയിൽ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി തരാനാണ് നമ്മുടെ ഋഷിവര്യന്മാര് ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഗ്രന്ഥങ്ങളുടെ ആവശ്യം അതാണ്. ഇവിടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. വേദവ്യാസ മഹർഷി ഭാഗവത പുരാണം രചിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സേവനം ചെയ്തു വെച്ചിട്ടാണ് പോയത്. നമ്മൾ ഹിന്ദുക്കൾക്ക് ആ ബോധം തന്നെ ഇല്ല. ആ കാലഘട്ടത്തിൽ ധാരാളം ഗുരുകുലങ്ങളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വേദ സംസ്കൃതിയെ അദ്ദേഹം തന്റെ ശിഷ്യന്മാരിലൂടെ ക്രോഡീകരിച്ചെടുത്ത് നമ്മുടെ ഭാരത സംസ്കൃതിക്ക് ഒരു അടിത്തറവാകി. അങ്ങനെയാണ് നമ്മൾ വേദ സംസ്കാരമുള്ള ഒരു പരമ്പരകളായി മാറിയത്. ഭാരതത്തിന്റെ ഏറ്റവും വലിയ അമൂല്യ സമ്പത്താണ് വേദ സംസ്കൃതി എന്നുള്ളത്. ആ വേദത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നും. കാരണം ഹിന്ദുവായി ജനിച്ച് ആ വേദത്തിന്റെ ഒരു അംശം പോലും നമ്മളാരും പഠിക്കാനോ മനസ്സിലാക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇതൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഇനി വരുന്നതെങ്കിൽ നമ്മുടെ കുട്ടികൾ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരുമായി തീർന്നിട്ടുണ്ടാവും. കാരണം അത്ര ഒരു വിഷനിലാണ് ഇതൊക്കെ എഴുതി വെച്ചത്. മനസ്സിലായില്ലേ? നമ്മളെ ചതിക്കായിരുന്നു ഈ രാഷ്ട്രീയ സംസ്കാരങ്ങളൊക്കെ. കാരണം അവരൊക്കെ നോക്കുമ്പോണ്ടല്ലോ, മാനവരാശിയുടെ മഹത്വം അവര് മനസ്സിലാക്കിയില്ല. അവര് ഈ ബ്രിട്ടീഷുകാരൊക്കെ എഴുതിയ ഒരു സിലബസ് നമ്മളെ പഠിപ്പിച്ചു. വാസ്തവത്തിൽ ഇതായിരുന്നില്ല നമ്മൾ പഠിക്കേണ്ടിയിരുന്നത് എന്നുള്ളത് ഈ വേദത്തിനെയൊക്കെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ അറിയാം. ഇന്നത്തെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ശാപമായിരുന്നു എന്നുള്ളത് ഇതൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. നമ്മുടെ കൃതികളൊക്കെ പഠിപ്പിക്കുന്നത്, ഒരു പരമസത്യം നമ്മളെ പഠിപ്പിക്കുന്നത്, കഴിവുകളോ അറിവുകളോ ഇല്ലാത്തവരായി ഇവിടെ ആരും ഇല്ല എന്നുള്ളതാണ്. ആയുർവേദത്തിൽ ഒരു പ്രയോഗമുണ്ട്. അതായത് മരുന്നില്ലാത്ത ഒരു ഇല പോലും ഈ ഭൂമിയിൽ ഇല്ല. ഏതെങ്കിലും ഒരു മരുന്നിന്റെ മൂല്യം അതിനുണ്ടാവും. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു മരുന്നിന്റെ ഒരു മൂല്യം ഇലയിലുണ്ടാവും. അത് നമുക്കറിയില്ല ഏതാന്നുള്ളത്. അങ്ങനെയാണ് ആയുർവേദം പഠിപ്പിക്കുന്നത്. ഇതുപോലെയാണ് കഴിവില്ലാത്തവരായി, സാധ്യതയില്ലാത്തവരായി ഒരു മനുഷ്യരും ഇവിടെ ഇല്ല. എന്നാൽ ഇന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ വിദ്യാഭ്യാസം നമ്മളെ കഴിവ് കെട്ടവരാക്കി മാറ്റി. ഇതായിരുന്നില്ലേ ശരിക്കുള്ള ഒരു വിദ്യാഭ്യാസം? മനുഷ്യരുടെ ഉള്ളിലൊക്കെ പലതരത്തിലുള്ള കഴിവുകളും സാധ്യതകളും അമൂല്യമായ നിധികളുമുണ്ട്. അപ്പൊ നമ്മളിൽ തന്നെയുള്ള നിധികളെ നമ്മൾ മനസ്സിലാക്കാതെ ഏതോ പുസ്തകത്തിൽ എഴുതി വെച്ചതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നൊരു തെറ്റിദ്ധാരണ നമ്മൾ ഉണ്ടാക്കി. ഇവിടെ എന്താണ് ഒരു ഗവൺമെന്റുകൾ ഉണ്ടാക്കി വെച്ചു. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, വിദ്യാഭ്യാസവും പുസ്തകവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജനിക്കുന്ന ഓരോ കുഞ്ഞിലും ജന്മനാ തന്നെ ദൈവീകമായ കഴിവുണ്ട്.
ജന്മനാ തന്നെ ഒരു കഴിവുണ്ട്. ആ ദൈവീകമായൊരു കഴിവിനെ അത് നമ്മൾ ആദ്യം അറിയണം. ജനിക്കുന്ന ഓരോ കുഞ്ഞിലും എന്തുണ്ട്? ഞാൻ പറയണത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ജനിക്കുന്ന ഓരോ കുഞ്ഞിലും എന്തുണ്ട്? കേട്ടില്ല നിങ്ങൾ? ജനിക്കുന്ന ഓരോ കുഞ്ഞിലും ജന്മനാ തന്നെ ഒരു കഴിവുണ്ട്. ആ കഴിവോടുകൂടി ഞങ്ങൾ വന്നിരിക്കുന്നത്. കഴിവില്ലാത്തവരായി, നേരത്തെ പറഞ്ഞില്ലേ, ഔഷധമില്ലാത്ത ഒരു ഇല പോലും ഇല്ല എന്ന് പറഞ്ഞതുപോലെ കഴിവില്ലാത്തവരായി ഇവിടെ ആരും ഇല്ല. എല്ലാവരും കഴിവുണ്ട്. ജന്മനാ തന്നെ കഴിവുണ്ട്. ഇല്ലാത്തവരായി ആരുമില്ല. ഇപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോ സ്കൂളിൽ പഠിക്കുന്ന നല്ല വിദ്യാഭ്യാസം, അതിനൊരു സിലബസുമായിട്ട് യാതൊരു ബന്ധമില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജന്മസിദ്ധമായ ദൈവീകമായ കഴിവിനെ വികസിപ്പിച്ചെടുക്കുന്നതാണ് വിദ്യാഭ്യാസം. ഇപ്പൊ ഒരു അച്ഛനും അമ്മയൊക്കെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ആദ്യം ഈ ബോധം ഉണ്ടാവണം. അതായത് നമ്മുടെ കുട്ടികളിൽ ജന്മനാ തന്നെ ദൈവീകമായ ഇത് നമ്മൾ പഠിച്ചു വെക്കുന്നില്ല. ഒന്ന് ഉറക്കെ പറയും എല്ലാവരും. ഓരോ ജനിച്ചു വരുന്ന കുട്ടിയിലും എന്തുണ്ട്? ദൈവീകമായ കഴിവുണ്ട്. അച്ഛനും അമ്മയും എന്താ ചെയ്യേണ്ടത്? ആ കുട്ടിയിലെ ജന്മസിദ്ധമായ കഴിവിനെ കണ്ടെത്താനും വികസിപ്പിക്കാനും ആ കുട്ടികളെ സഹായിക്കേണ്ടത്. ഇന്നിപ്പോ നമ്മുടെ അച്ഛനമ്മമാർക്ക് അത് സാധിക്കുന്നില്ല. അതുകൊണ്ട് സ്കൂളിൽ പറഞ്ഞയച്ച് അവിടെ എന്തോ പഠിപ്പിക്കുന്നു. അതായിരിക്കില്ല ആ കുട്ടി പഠിക്കേണ്ടത്. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ നോക്കൂ, അതിന്റെ ഏറ്റവും നല്ല തെളിവല്ലേ, ഇന്നിപ്പം കുട്ടികൾ സയൻസ് പഠിക്കണം, ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് പഠിക്കണം, ഐസക് ന്യൂട്ടനെ കുറിച്ച്. ഇവരൊക്കെ സ്കൂളിലെ ഡ്രോപ്പ് ഔട്ടുകളാണ്. എല്ലാവരും ഡ്രോപ്പ് ഔട്ടുകളാണ്. കുട്ടികൾ കേൾക്കേണ്ട ഒരു കഥയുണ്ട്, വായിക്കേണ്ട ഒരു കഥയുണ്ട്. അമേരിക്കയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. ഒരിക്കലും അവിടുത്തെ മാനേജ്മെന്റ് MBA അവരുടെ ഒരു ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ ഇങ്ങനെ അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്തു പോവാണ്. അപ്പൊ അവിടെ ഈ ഗ്രാജുവേഷൻ സെറിമണി എന്നുള്ള വലിയൊരു ഉത്സവമാണ്, കോൺവെക്കേഷൻ എന്നുള്ളത്. അപ്പൊ അവര് വലിയ കോൺവെക്കേഷന് വേണ്ടിയിട്ട് വലിയൊരാളെ കൊണ്ടുവരണം, സെലിബ്രിറ്റിയെ കൊണ്ടുവരണം. എന്നിട്ട് വേണം ഈ കുട്ടികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റും അവർക്ക് വേണ്ടുന്ന ഒരു ഹോണർ ചെയ്യാനുള്ള ഒരു അവാർഡ് അവർക്ക് കൊടുക്കാൻ. അപ്പോ ഇവരാരെയാണ് നോക്കിയതും അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവർക്ക് തോന്നി ആളെ കിട്ടാൻ പ്രയാസമാണ്. മൈക്രോസോഫ്റ്റിന്റെ ഹെഡ് ബിൽ ഗേറ്റ്സിനെ നോക്കാൻ. അങ്ങനെ ബിൽ ഗേറ്റ്സിനെ കൊണ്ടുവരികയാണ്. അപ്പോ ആദ്യം അദ്ദേഹം റെഫ്യൂസ് ചെയ്ത്, ഞാൻ ഇല്ല, അതൊക്കെ എനിക്ക് പറ്റില്ല, അതൊക്കെ. പക്ഷെ നിർബന്ധിച്ച് അദ്ദേഹം കൊണ്ടു. അങ്ങനെ അദ്ദേഹം ആ ഒരു കോൺവക്കേഷൻ സെറിമണിയിൽ ഇരിക്കണോ. അദ്ദേഹത്തിന്റെ CEO ഉണ്ട്. അദ്ദേഹം ഒറ്റയ്ക്കല്ല വന്ന CEO ആണ്. ഇദ്ദേഹം ഈ കുട്ടികളോട് പറഞ്ഞു, ഞാൻ ഇവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്തതിനൊക്കെ വളരെയധികം അവരെ നന്ദി അറിയിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം നിങ്ങളോട് റെഫ്യൂസ് ചെയ്ത് വരികയാണ്. കാരണം ഞാൻ റെഫ്യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റിയിലെ ഡ്രോപ്പ് ഔട്ട് ആയി. അദ്ദേഹം പഠിക്കാൻ പറ്റാതെ കഴിവില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഡ്രോപ്പ് ഔട്ട് ആക്കിയത്. എന്നെ ഡ്രോപ്പ് ഔട്ട് ആക്കി. എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ സ്വന്തം പ്രയത്നത്തിലൊക്കെ പഠിച്ചെടുത്തു. എന്നാൽ എൻ്റെ ഇദ്ദേഹം ഈ CEO ഇദ്ദേഹം ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അന്നത്തെ ഈ മാനേജ്മെന്റ് കോഴ്സിൽ പഠിച്ച് അദ്ദേഹം ടോപ്പറായിട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഒക്കെയാണ്. അതാണ് ഇദ്ദേഹത്തിന്റെ CEO. അപ്പൊ ഇദ്ദേഹം ഇവിടെ പഠിച്ച ആളാണ്. ശരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാനുള്ള യോഗ്യത ഇദ്ദേഹത്തിനാണ്, എനിക്കല്ല. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. എന്നിട്ട് കുട്ടികളോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ വിചാരിക്കരുത് ഈ സർട്ടിഫിക്കറ്റ് ആണ് ഏറ്റവും വലുതെന്ന്. ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ യോഗ്യനല്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ബിൽ ഗേറ്റ്സ് എന്ന് ഓർക്കണം. അദ്ദേഹം ഉണ്ടാക്കിയ കമ്പനിയിലാണ് ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് കിട്ടിയവൻ അവിടെ ജോലി ചെയ്യുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരാളുടെ വിദ്യാഭ്യാസവും കഴിവും തമ്മിൽ യാതൊരു അവർക്ക് പറയൂ ബന്ധമില്ല. നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോ അഡാനിയെ കുറിച്ച് കുറ്റം പറയുന്നു ചിലര്, അല്ലെങ്കിൽ അംബാനിയെ കുറിച്ച് കുറ്റം പറയുന്നു.
ഇവരൊന്നും മാനേജ്മെന്റിലോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസിനോ PhD എടുത്ത് വന്നിട്ടല്ല ബിസിനസ് ചെയ്തത്. അത് അവരുടെ രക്തത്തിലുള്ളതാണ്. എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? നിങ്ങൾ കേരളത്തിലേക്ക് തന്നെ നോക്കൂ. കേരളത്തില് യൂസഫ് അലി നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തിന്റെ ലുലു ഏറ്റവും വലിയ സംരംഭമാണ്. അത് ഏത് കോളേജിൽ പോയിട്ട് ഏത് എടുത്തിട്ടാണ് മാനേജ്മെന്റ് സ്റ്റഡി എടുത്തിട്ടാണ് അദ്ദേഹം വലിയ ബിസിനസ്സുകാരനായത്? ഇതൊക്കെ നമ്മുടെ ഒരു അന്ധതയാണ്. കുട്ടികളെ കുറെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവരേറ്റവും വലിയ കഴിവുണ്ടവരാകും എന്നുള്ളൊരു ധാരണ ഈ വിദ്യാഭ്യാസം നമ്മുടെ തലയിൽ കയറിപ്പോയി. ഇതല്ല വിദ്യാഭ്യാസം. അതിന് സ്കൂളിലും കോളേജിലൊന്നും പോണമെന്നില്ല. ഇന്ന് അമേരിക്കയിലൊക്കെ കാണാം, ഈവൻ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിലൊക്കെ കാണാം ഹോം സ്കൂളിംഗ് എന്നുള്ളത്. സ്കൂളിൽ പോവില്ല, അവര് വീട്ടിലിരുന്ന് പഠിക്കുക. അങ്ങനെ കുറെ രക്ഷിതാക്കൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഹിന്ദുക്കൾ ക്രമേണ തുടങ്ങി വെക്കണത് ഹോം സ്കൂളിംഗ്. അതായത് അമ്പലങ്ങളോടൊക്കെ അനുബന്ധിച്ച് നമുക്ക് വിദ്യാഭ്യാസം പഴയ ഗുരുകുലം കൊണ്ടുവരണം. ഓരോ കുട്ടിയിലും അത്ഭുതകരമായ കഴിവുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വേദ സംസ്കാരം എന്ന് പറയുന്നത്, വേദം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അറിവ് എന്നുള്ളത് പറയുമെങ്കിലും ഓരോരുത്തരിലും ദൈവീകമായിട്ടുള്ള കഴിവിനെ വികസിപ്പിക്കുന്ന അറിവ് പകരുന്നതാണ് വേദം. എന്താണ് വേദം? അങ്ങനെ നിങ്ങൾ ഓർത്തു വെക്കണം, അല്ലെ എഴുതി വെക്കണം ഞാൻ പറയുന്നത്. വേദം എന്ന് പറഞ്ഞാൽ അറിവ് നല്ല അർത്ഥം. ഓരോരുത്തരിലും ജന്മസിദ്ധമായ കഴിവിനെ വികസിപ്പിക്കുന്നതാണ് ഇത് ഏറ്റവും വലിയ അറിവ്. ഇപ്പൊ നമ്മുടെയൊക്കെ ജോലി അതാണ്. കുട്ടികളിലൊക്കെ ജന്മസിദ്ധമായ കഴിവുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തി ആ കഴിവിന് എന്ത് ചെയ്യണം? ഉറക്കെ പറയൂ നിങ്ങൾ. വികസിപ്പിക്കാനും വളർത്തിയെടുക്കാനും അങ്ങനെ ഒരു പ്രചോദനം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കഴിവില്ലാത്തവരായി, ഉറക്കെ പറയൂ നിങ്ങൾ, ആരും ഉണ്ടാവില്ല. സത്യത്തിൽ നിങ്ങൾ നോക്കൂ, വല്ലാത്തൊരു അത്ഭുതമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അത്ഭുതമാണ്. ഇപ്പൊ നമുക്കറിയാം ആധാർ കാർഡ് എടുക്കുമ്പോൾ നമ്മളൊക്കെ തമ്പ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും തമ്പ്രിന്റ് മറ്റൊരാളിൽ നിന്നും, ഉറക്കെ പറയൂ നിങ്ങൾ, വ്യത്യസ്തമാണ്. സംശയമില്ല എന്നൊക്കെ കാര്യം. കാരണം നമുക്ക് പ്രൂവ്ഡ് ആണിത്. ഒരാളുടെ തമ്പ്രിന്റ് പോലെ വേറൊരാളുടെ തമ്പ്രിന്റ് ഇല്ല എന്നുള്ളത്. ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ തമ്പ്രിന്റ് വെച്ചിട്ട് ലോക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം വരെ ആർക്കും അത് തുറക്കാൻ പറ്റുന്ന ടെക്നോളജി വന്നിട്ടില്ല. കാരണം നിങ്ങളുടെ തമ്പ്രിന്റ് പോലെ വേറൊരാൾക്ക് തമ്പ്രിന്റ് ഇല്ല. ഇനി നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കൂ, കേവലം തമ്പ്രിന്റിൽ മാത്രമാണോ വ്യത്യാസമുള്ളത്? ഓരോരുത്തരുടെയും ശബ്ദവും അതുപോലെ നമുക്ക് മിമിക്രി കാണിക്കാന്ന് മാത്രം. എന്നാലും ഈക്വലായിട്ട് ഇപ്പം യേശുദാസ് അദ്ദേഹത്തിന്റെ അതേ ശബ്ദം മക്കൾക്ക് കിട്ടിയിട്ടോ? അവർക്ക് പറയൂ, കിട്ടിയില്ല. ഈ കേരളത്തിൽ ഇന്ന് എത്രയോ പാട്ടുകാരുണ്ട്, അതേപോലെ ഒരു വ്യത്യാസമില്ലാതെ ആ ശബ്ദം കിട്ടിയിട്ടുണ്ടോ? പറയൂ, ഇല്ല. ഇപ്പൊ ശബ്ദത്തിലും ഓരോരുത്തരും വ്യത്യസ്തരാണോ സിമിലർ ആണോ? ഉറക്കെ പറയൂ, വ്യത്യസ്തരാണ്. ഇനി കൂടുതൽ ആഴത്തിലേക്ക് നോക്കിയാൽ കണ്ണിന്റെ പ്രിന്റ് വ്യത്യസ്തമാണ്, ഒരുപോലെയല്ല. മനസ്സിലായില്ലേ? ഓരോരുത്തരുടെയും കണ്ണിന്റെ റെറ്റിനയിലുള്ള വരയും ഓരോരുത്തരുടേതും മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇനിയൊക്കെ ഉള്ള ഐഡന്റിഫിക്കേഷൻ അതാണ്. ഇനിയിപ്പോ നമുക്ക് ഇമിഗ്രേഷൻ ഒന്നും വേണ്ട. ഞാൻ പല രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇമിഗ്രേഷനേ വേണ്ട. നമ്മൾ ആ ക്യാമറയിൽ നിന്ന് കണ്ണങ്ങോട്ട് തുറന്നു നോക്കിയാൽ കണ്ണിന്റെ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കി ആരാണെന്നുള്ളത്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന വിസയുമായിട്ട് ഓട്ടോമാറ്റിക്കലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് അത് പെട്ടെന്ന് നോക്കും, ചെക്ക് ചെയ്യും, വാതില് തുറന്നു. കാലം അത്ര അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം ലോകം ഇംപ്രൂവ് ചെയ്ത് കൊണ്ടിരിക്കണം നോക്കൂ. അപ്പോ കണ്ണിന്റെ റെറ്റിനയിലുള്ള വരകളും ഓരോരുത്തരുടേതും വ്യത്യസ്തമാണ്. ഇനി കുറച്ചുകൂടി ഡീപ്പായി നോക്കിക്കഴിഞ്ഞാൽ സ്വഭാവം എല്ലാവരുടേതും ഒരുപോലെയാണോ? എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുമോ? സ്വഭാവത്തിലും എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒരേപോലെയുള്ള സ്വഭാവമാണ്. നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് നോക്കിയാൽ മതി. എല്ലാ കുട്ടികളുടെയും സ്വഭാവം ഒരുപോലെയാവോ? ഉറക്കെ പറയൂ, അല്ല. ഇപ്പൊ ക്ലാസ്സിലിരിക്കുന്ന അധ്യാപകരോട് ചോദിച്ചു നോക്കൂ, ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയാവോ? ആയിരിക്കോ? ഇല്ല.
അപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ അതേ സ്വഭാവമുള്ള, അതേ 101% പോലെ സ്വഭാവമുള്ള ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സ്വഭാവത്തിലും വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തരും ജന്മം കൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്. ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിലൊക്കെ വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ടാവില്ലേ? ഇത് ചിന്തിക്കേണ്ടതല്ലേ? ഓരോരുത്തരിലും വ്യത്യസ്തമായ അവർക്ക് പറയൂ കഴിവുകൾ ഉണ്ടായേ പറ്റുള്ളൂ. കാരണം എന്റെ റെറ്റിന വ്യത്യസ്തമാണ്, എന്റെ തംപ്രിന്റ് വ്യത്യസ്തമാണ്, എന്റെ ചിന്താഗതികൾ വ്യത്യസ്തമാണ്, എന്റെ ശബ്ദം വ്യത്യസ്തമാണെങ്കിൽ എന്റെ കഴിവും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. ആണോ അല്ലേ? ഇത് പറഞ്ഞ് കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം ഇന്നിപ്പോ 10ാം ക്ലാസ് വരെ കുട്ടികളൊക്കെ ഒരുപോലെ പഠിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. എല്ലാവരും ഒരേ സിലബസ് പഠിക്കണം. അതായത് എല്ലാവരും ഒരുപോലെ ആവണം എന്നാണ് 10ാം ക്ലാസ് വരെയുള്ള ഒരു നിയമം. ആണോ? അങ്ങനെയല്ലേ ഒരു നിയമം വെച്ചിരിക്കുന്നത്? ഒരേപോലെ മാത്സ് പഠിക്കണം, ഒരേപോലെ ബയോളജി പഠിക്കണം, ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, സോഷ്യൽ പഠിക്കണം, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം, ഹിന്ദി പഠിക്കണം, ലാംഗ്വേജ് പഠിക്കണം. അപ്പൊ ജനറൽ ആയിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആണോ അല്ലയോ? എന്റെ ചോദ്യം, എല്ലാവരും ഒരുപോലെ പഠിക്കുക എന്നതാണോ ഒരു വ്യക്തിയുടെ കഴിവ്? അതോ തന്നിലുള്ള വ്യത്യസ്തമായ ജന്മസിദ്ധമായ കഴിവിനെ കണ്ടെത്തുന്നതാണോ ശരിക്കുള്ളൊരു കഴിവ്? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം കിട്ടുന്നില്ല. എല്ലാവരും ഒരുപോലെ പഠിക്കുക എന്നത് പ്രായോഗികമാണോ? അവർക്ക് പറയൂ നിങ്ങൾ. അതാണ് ഇന്നത്തെ വിദ്യാഭ്യാസം. നമ്മുടെ ഭാരതീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോരുത്തരിലും വ്യക്തമായ കഴിവിനെ വികസിപ്പിച്ചെടുക്കുന്നതാണ് ഭാരതീയ വിദ്യാഭ്യാസം. അതുകൊണ്ട് നോക്കൂ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കണം, എന്നാലേ മനസ്സിലാവും. കുറച്ചുകൂടി നിങ്ങളുടെ ബ്രെയിൻ സിസ്റ്റം ഒന്ന് വികസിച്ച് ചിന്തിക്കണം. ഇന്ന് നിങ്ങൾ ഭാരതത്തിലേക്ക് നോക്കുമ്പോൾ ഭാരതത്തിന്റെ വിജ്ഞാന ശാഖ, വൈജ്ഞാനിക മേഖല, പല മേഖലകളിലും എത്രമാത്രം വൈവിധ്യതയുണ്ടെന്ന്. മറ്റ് മതങ്ങൾക്കില്ലാത്തതായ കലകൾ ഇവിടെ ഉണ്ടോ? വാദ്യങ്ങൾ, വൈവിധ്യങ്ങളായ വാദ്യങ്ങൾ ഇവിടെ ഉണ്ടോ? കേരളത്തിലേക്ക് തന്നെ വരിക, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉണ്ടോ? അവർക്ക് പറയൂ. ഉണ്ട്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത്, ഓരോ കഴിവുകളും ഡെവലപ്പ് ചെയ്തത് പലരിലൂടെ ഇല്ലേ? ഇപ്പൊ പഞ്ചവാദ്യം, 5 വാദ്യങ്ങൾ ചേർന്ന് അതിന്റെ താളമേളം ഇങ്ങനെ ആയിരിക്കണം എന്നത് ഇത്രയും വികസിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ഓരോരുത്തരുടെയും കഴിവിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആവില്ലേ? ആയിരിക്കുമോ? ഇനി ഇടയ്ക്കവാദ്യമുണ്ട്. എത്ര സംഗീതത്തിൽ തന്നെ ഈ വൈവിധ്യങ്ങൾ. എല്ലാവരും പഞ്ചവാദ്യം മാത്രം പഠിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇടയ്ക്കുണ്ടാവുമോ? ഇവിടെ ഉടുക്കുണ്ടാവുമോ? പറയൂ. തായമ്പകം ഉണ്ടാകുമോ? നാദസ്വരം ഉണ്ടാകുമോ? അപ്പൊ ഓരോരുത്തരുടെയും വൈവിധ്യങ്ങളായ കലാകഴിവിനെ വികസിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും പ്രോത്സാഹനവും പരിശീലനവും ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ? അവരൊക്കെ പറയൂ നിങ്ങൾ. ഉണ്ടായിരുന്നു. ഇവരൊക്കെ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ടാണോ ഈ കലകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ആണോ? അല്ല. അവർക്ക് പഠനവുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇവരൊക്കെ കലകൾ അഭ്യസിച്ച് അവർക്ക് പുതിയ പുതിയ ആശയങ്ങളൊക്കെ തോന്നി. ഈ ആശയങ്ങളെ കൂട്ടിച്ചേർത്തിട്ടല്ലേ പുതിയതുണ്ടായിട്ടാവാം. ആണോ അല്ലയോ? ഇങ്ങനെ സാധ്യതകൾ അനവധി. ഞാനൊരു കലയുടെ കാര്യം മാത്രം പറഞ്ഞു. ഇനി ബാക്കിയുള്ള രംഗങ്ങൾ എത്രയുണ്ട്, ഏതൊക്കെ മേഖലകളിൽ. അതായത് ഇന്ന് ഭാരതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഭാരതത്തിന്റെ വൈവിധ്യങ്ങളായ കലയാവട്ടെ, സംഗീതമാവട്ടെ, നൃത്തമാവട്ടെ, വാദ്യമാവട്ടെ, ചിത്രരചനയാവട്ടെ, ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിനൊരു അറ്റമില്ല. ഉണ്ടോ? പറയൂ. ഇപ്പൊ കേരളത്തിൽ തന്നെ തനതായിട്ടുള്ള മ്യൂറൽസ് കേരളത്തിനില്ലേ? കഥകളി ഉണ്ടോ? തുള്ളൽ, എന്തെല്ലാം കേരളത്തിൽ തന്നെ വൈവിധ്യങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെ നശിപ്പിച്ചതാണ് ആരാന്നറിയോ? ഈ ആധുനിക വിദ്യാഭ്യാസം. എന്താ ആധുനിക വിദ്യാഭ്യാസം ചെയ്തത്? എല്ലാവരെയും ഒരുപോലെ പഠിപ്പിക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നപ്പോൾ തന്നിൽ തന്നെയുള്ള ദൈവീകമായ വൈവിധ്യമായ കഴിവെന്താണെന്ന് ഈ കുട്ടികൾ കാണാതെ പോയി. നമ്മൾ വാസ്തവത്തിൽ കുട്ടികളുടെ
ഉള്ളിലുള്ള ദൈവീകമായ ശക്തിയെ, കഴിവിനെ ഇല്ലാതാക്കിയവരാണ് നമ്മൾ, ദ്രോഹികളാണ് നമ്മൾ. അതുകൊണ്ടാണ് കുട്ടികൾ ഇന്ന് വേണ്ടാത്ത ലഹരിയിലേക്കൊക്കെ അടിമപ്പെട്ടു പോയത്. ഇതിലൊരു മാറ്റം വരുത്തണ്ടേ? വേണോ വേണ്ടയോ? ജന്മസിദ്ധമായ എന്തുണ്ട്? ഉറക്കെ പറയൂ, കഴിവുണ്ട്. ആ കഴിവിനെ വികസിപ്പിച്ചെടുക്കുന്നതായിരിക്കണം യഥാർത്ഥ വിദ്യാഭ്യാസം. അപ്പൊ കൊള്ളരുതാത്തവരായി ഇവിടെ ആരുമില്ല. നിങ്ങൾക്കറിയോ, 8 വളവുള്ള ഒരു കുട്ടി, ആ കുട്ടിയിൽ നിന്നും ലോകത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഒരു ഗീത. ആ ഗീതയുടെ പേര് തന്നെ അഷ്ടാവക്ര ഗീത. എന്താണ് പേര്? എന്താ പേര്? അഷ്ടാവക്ര ഗീത. കള്ളനായി നടന്ന രത്നാകരനുണ്ടായ പരിവർത്തനത്തിലൂടെ നമുക്ക് കിട്ടിയതാണ് ഈ കഥ. എല്ലാവർക്കും അറിയാം. അപ്പൊ ആ കള്ളനായി നടന്ന ആ വ്യക്തിയില് ഒരു ദൈവീകമായ കഴിവുണ്ടെന്നും അത് വികസിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നും മനസ്സിലാക്കിയ മഹർഷിവര്യന്മാര് കൊടുത്ത പ്രചോദനത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ആ രാമായണം വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. ആണോ അല്ലയോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലെ നമ്മുടെ കുട്ടികളിലൊക്കെ എത്രമാത്രം അമൂല്യമായ അറിവിന്റെയും കഴിവിന്റെയും സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആര് പറഞ്ഞു കൊടുക്കാൻ? അതുകൊണ്ടാണ് സപ്താഹത്തിന്റെ ആവശ്യം. ഇപ്പൊ വേദം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? അറിവ് എന്നല്ല വേദം. എന്താണ് അറിവ്? ഓരോരുത്തരിലും വ്യത്യസ്തമായ ദൈവീകമായ കഴിവിനെ വികസിപ്പിച്ചെടുക്കുന്ന അറിവിനെയാണ് എന്ത് പറയാ? വേദം എന്ന് പറയുക. അപ്പൊ നിങ്ങളിലൊക്കെ ഈ കഴിവുകളുണ്ട്. ഞാൻ പറയില്ലേ, നിങ്ങളൊരു 7 ദിവസം സപ്താഹം കേൾക്കുമ്പോൾ ഒരുപക്ഷെ 8ാമത്തെ ദിവസം നിങ്ങളുടെ ഉള്ളിൽ നിന്നും നല്ലൊരു മനോഹരമായ കാവ്യം ഉണ്ടായേക്കാം. നിങ്ങളിൽ ഒരുപാട് കഴിവുണ്ട്, നിങ്ങൾക്കറിയുന്നില്ല എന്ന് മാത്രം. കാരണം നമ്മൾ ഇത്രയും കാലം ശീലിച്ചതൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. നിങ്ങളിലൊക്കെ ഇപ്പൊ ഒരു രത്നാകരനാണ് ഇരിക്കുന്നത്. ഇനി ആ രത്നാകരനെ ആരാക്കി മാറ്റണം? കേട്ടില്ലേ നിങ്ങള്? നമ്മളിലൊക്കെ ഇപ്പൊ ഒരു രത്നാകരനാണ് ഇരിക്കുന്നത്. ഈ രത്നാകരനെ ആരാക്കി മാറ്റണം? അപ്പൊ നാളെ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു വാഗ്മീകിയാകുമ്പോൾ അത്ഭുതകരമായ കഴിവുള്ളൊരു പ്രതിഭ പുറത്തേക്ക് വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട കൊള്ളരുതാത്തവരാണെന്ന്, ഇത്രയും ഉള്ളൂ എന്ന് വിചാരിക്കണ്ട. ഇനിയും സാധ്യതകൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്, നിധിയുണ്ട്. പക്ഷെ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഋഷിവര്യന്മാര് ഒരു ചിട്ടകൾ ഉണ്ടാക്കി. അപ്പൊ അവര് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ജന്മസിദ്ധമായ കഴിവിൽ എല്ലാവരിലും ഉണ്ടെങ്കിലും ഇതെന്താ പുറത്തേക്ക് കൊണ്ടുവരാൻ ഇത്ര ബുദ്ധിമുട്ട്? അപ്പൊ അവിടെയാണ് 3 പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. എത്ര പ്രശ്നങ്ങള്? 3 പ്രശ്നങ്ങൾ. അതെന്താണ്? ഒന്ന് ഓരോരുത്തരും കഴിവായിട്ടാണ് വരുന്നതെങ്കിലും കഴിവ് മാത്രമല്ല, പൂർവജന്മ സംസ്കാരങ്ങളുമുണ്ട്. ഏതുണ്ട്? നമ്മളൊക്കെ ഈ ഒരു ജന്മം മാത്രമായിട്ടുള്ളവരല്ല. ഇവിടെ ഒന്നും പുതിയതല്ല, ഇതെല്ലാം പരിണാമമാണ്. അതായത് നേരത്തെ ഉള്ളത് തന്നെയാണ് പരിണമിച്ച് മറ്റൊന്നായി മാറുന്നത്. ഭാരതത്തിന്റെ ചിന്തയാണ് ഡാർവിൻ പോലുള്ള ശാസ്ത്രജ്ഞന്മാര് ശാസ്ത്രീയമായി പല തെളിവുകൾ നിരത്തിക്കൊണ്ട് തെളിയിച്ചത്. അതായത് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിയില്ല. അതുകൊണ്ടാണ് ഇതര മതങ്ങൾക്കൊക്കെ ആധുനിക ശാസ്ത്രവുമായിട്ട് വലിയ പ്രശ്നം. നമുക്ക് പ്രശ്നമില്ലാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഋഷിവര്യന്മാര് പറഞ്ഞത് തന്നെയാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാര് ഗവേഷണം ചെയ്ത് തെളിയിച്ചിട്ടുള്ളത്. ഇതര മതങ്ങളെ സംബന്ധിച്ചൊക്കെ ആകാശത്തിലിരിക്കുന്ന ഒരു ദൈവം സൃഷ്ടിച്ചു എന്നൊക്കെയുള്ള സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഋഷിവര്യന്മാര് സൃഷ്ടിയെക്കുറിച്ചല്ല പറയണത്. നമ്മുടെ ഋഷിവര്യന്മാര് പറയണു, ഞാനും നിങ്ങളൊന്നും പുതിയവരല്ല, ആരും പുതിയതല്ല, നമ്മളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഗീതയൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നിൽക്കത് മനസ്സിലാവും. അർജുനനോട് കൃഷ്ണൻ പറയും, അർജുന, ഞാനും മുമ്പുണ്ടായിരുന്നു, നീയും മുമ്പുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ മുമ്പുണ്ടായിരുന്നു എന്ന് അറിയുന്നു, നിനക്ക് നീ മുമ്പുണ്ടായിരുന്നു എന്ന് അറിയുന്നില്ല. നിങ്ങൾ 4ാമത്തെ ഗീത എടുത്ത് നോക്കൂ, അവിടെ കാണാം. ഹേ അർജുന, ഞാനും നീയും മുമ്പ് ഉള്ളവരായിരുന്നു. മുമ്പുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം, പക്ഷെ ആർക്കറിയില്ല? നിനക്കറിയില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളൊക്കെ മുമ്പുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത്.
ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ വ്യക്തമാവും. നിങ്ങൾ നോക്കൂ, ജനിച്ചു വരുന്ന കുട്ടികൾ, കുഞ്ഞു വാവകള്, കുഞ്ഞു ബേബീസ്, അമ്മമാരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഈ കുട്ടികൾ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമോ? സ്വപ്നം കണ്ട് ചിരിക്കുമോ? എന്റെ ചോദ്യത്തിന് ഉത്തരം തരാം. ഞാൻ ചോദിക്കുന്നത്, വർത്തമാനം പറയാനോ ചിന്തിക്കാനോ ഒന്നും ആയിട്ടില്ലാത്ത കുട്ടികള് സ്വപ്നം കണ്ട് കരയുമോ? സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമോ? ശരിയാണോ അല്ലയോ? സ്വപ്നത്തിൽ ചിരിക്കുമോ? ഉണ്ടോ? ഇതുപോലെ തന്നെ നിങ്ങൾ കുട്ടികളെ നോക്കൂ. ചില കുട്ടികളില് TV ഒക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വല്ല ഡാൻസ് പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ ചില കുട്ടികൾ സ്വതസിദ്ധമായി ഡാൻസ് കളിക്കും. ഉണ്ടോ? ചില കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരു സംഗീതത്തിന്റെ ഒരു പാടാനൊക്കെ ഉള്ളൊരു അഭിരുചി ഉണ്ടാകുമോ? പറയൂ. ഇതുപോലെ ചില കുട്ടികൾ പുസ്തകം എടുത്ത് വായിക്കുന്നു, ചില കുട്ടികൾ കളിയിൽ മുഴുകുന്നു, ചില കുട്ടികൾ വളരെ മെച്യൂർഡായിട്ട് അമ്മമാരോടൊക്കെ വർത്തമാനം, അച്ഛന്മാരോടൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ എന്തോ വലിയ കാര്യങ്ങളൊക്കെ അവർ പറയും. നിനക്ക് അവിടെ ഈ വായിക്കൊള്ളാത്ത വാക്കുകളൊക്കെ കിട്ടണമെന്ന്. അത്ര വലിയ തത്വോപദേശമൊക്കെ ചെയ്യുന്ന മക്കളുണ്ട്. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇതൊക്കെ എവിടുന്നായി ഈ കുട്ടിക്ക് കിട്ടിയത്? ഈ ജന്മം കിട്ടിയതാണോ? നിങ്ങൾ ശ്രദ്ധിച്ചുത്തരം വരണം. സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന കുട്ടിയുടെ സ്വപ്നം ഈ ജന്മത്തിൽ കിട്ടിയതാണോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ആണോ? അല്ല. അപ്പൊ ഈ കുട്ടിക്ക് എവിടുന്ന് കിട്ടി ഈ സ്വപ്നം? അപ്പൊ എവിടുന്നോ ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഒന്നുകിൽ നമ്മൾ പറയണ അമ്മയിൽ നിന്ന് കിട്ടി, അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് ജനറേറ്റ് ചെയ്തു വന്നു. അങ്ങനെ ആയിരിക്കോ? അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയതായിരിക്കോ ഈ കുട്ടിക്കുള്ള സ്വപ്നങ്ങള്? അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ അമ്മേനെയും കഴിവ് കുട്ടിക്ക് ഉണ്ടാവണം. അച്ഛന്റെ അമ്മേനെയും കഴിവ് അതുപോലെ കുട്ടികൾ കിട്ടിയിട്ടുണ്ടോ? വലിയ വിശ്വ നടന്മാരുടെ മക്കൾ അതുപോലെ വിശ്വ നടന്മാരായി മാറിയിട്ടുണ്ടോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇല്ല. അപ്പം അച്ഛന്റെയും അമ്മയിൽ നിന്നും ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് അർത്ഥം ഓരോരുത്തരും ജനിച്ചു വരുമ്പോ തന്നെ പൂർവജന്മ വാസനകളായിട്ടാണ്, സംസ്കാരവുമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട്, ഉറക്കെ പറയൂ, വരുന്നത്. അപ്പൊ നമ്മൾ ആരും പുതിയ ആളുകളല്ല. ഇതിനു മുമ്പും നമ്മൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ജനനം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ജനനം എന്ന് പറയുന്നത് സൃഷ്ടി എന്നല്ല. അതാണ് ഇതര മതങ്ങൾക്ക് പറ്റിയ അപകടം. അവർ ജനനം എന്നുള്ള സൃഷ്ടി നടത്തെടുത്തു. ജനനം എന്ന് പറയുന്നത് ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്കുള്ള പരിണാമമാണ് ജനനം. എന്താണ്? കൂടെ വന്നില്ലേ നിങ്ങൾ? ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്കുള്ള പരിണാമത്തിന്റെ പേരാണ് ജനനം. ഇത് തന്നെയല്ലേ ഡാർവിൻ പറഞ്ഞത്? ഒരു അമീബ എപ്രകാരമാണ് മൾട്ടിപ്പിൾ സെല്ലായിട്ട് മ്യൂട്ടേഷൻ സംഭവിച്ച് ഡിവൈഡ് ചെയ്ത് വീണ്ടും മ്യൂട്ടേഷൻ സംഭവിച്ച് അത് മത്സ്യമായി, തവളയായി, അങ്ങനെ മനുഷ്യനായി മാറിയെന്നല്ലേ ഡാർവിൻ പഠിപ്പിക്കുന്നത്? അത് തിയറി ഓഫ് എവല്യൂഷൻ എന്നല്ലേ പഠിപ്പിക്കുന്നത്? പരിണാമം എന്നല്ലേ പഠിപ്പിക്കുന്നത്? ആണോ? ആണോ അല്ലയോ? നമ്മുടെ ഋഷിയെ തന്നെയാ പറയുന്നത്. മുമ്പുള്ളത് വീണ്ടും മറ്റൊരു ശരീരത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ പേര് സൃഷ്ടി എന്നാണോ പരിണാമം എന്നാണോ? കൂടെ വരണം നിങ്ങൾ. അതിന്റെ പേരെന്താണ്? പരിണാമം. ഇതന്നെയല്ലേ ഡാർവിനും തെളിയിച്ചത്? ആണോ അല്ലയോ? ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊക്കെ മുൻപുള്ളവരായിരുന്നുവെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ജന്മസിദ്ധമായ കഴിവുമുണ്ട്, രണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങളും ശീലങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളിലുണ്ട്. ഉണ്ടോ? ഓരോ കുട്ടിക്കും വ്യത്യസ്തമായ ശീലമുണ്ടോ? ഓരോ കുട്ടിക്കും വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ടോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഓരോ കുട്ടിയിലെയും ഇഷ്ടങ്ങള് നിങ്ങളുടെ വീട്ടിൽ രണ്ട് മക്കളുടെ രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ ഒരുപോലെയാണോ? രണ്ടുപേരുടെയും അവർക്കുള്ള വസ്ത്രങ്ങളുടെ ഇഷ്ടങ്ങൾ, കളറുകൾ, അവർക്ക് അതിനൊക്കെയുള്ള താല്പര്യം അത് ഒരുപോലെയാണോ? അപ്പൊ ഇതൊക്കെ വ്യത്യസ്തമാണെങ്കിൽ ആ വ്യത്യസ്തമായ ചിന്തകൾ അവർ ജനിക്കുമ്പോ തന്നെ ഉള്ളതാണെങ്കിൽ ജനിച്ചു വരുമ്പോ ഇതൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? മനസ്സിലാവുണ്ട് ഞാൻ പറയുന്നത്? അപ്പൊ ഇങ്ങനെ പലപ്പോഴും നമ്മൾ ജീവിക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർമ്മ സംസ്കാരങ്ങളിൽ തന്നെ മനുഷ്യൻ നിൽക്കും. ഇഷ്ടങ്ങളിൽ തന്നെ ജീവിക്കും. ഇഷ്ടങ്ങളിൽ ജീവിച്ച് അതിൽ മാത്രം ഒതുങ്ങുമ്പോൾ ഉള്ളിലുള്ള കഴിവിനെ കുറിച്ചുള്ള അവബോധം കുറവും, എന്റെ ഇഷ്ടങ്ങളും എന്റെ
ലോകവും മാത്രമായിട്ടൊരു ജീവിതവും കൂടി വരും. അപ്പൊ മനുഷ്യൻ അവന്റെ ആ കർമ്മങ്ങളുടെ മേഘപാളികൾക്കപ്പുറത്ത്, ഇപ്പൊ നമുക്ക് സൂര്യൻ ഉദിച്ചുയർന്നു, കംപ്ലീറ്റ് കാർമേഘം നിറഞ്ഞാൽ നല്ല മഴക്കാലത്ത് സൂര്യനെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ഇതുപോലെയാണ് സൂര്യതുല്യമായ കഴിവുണ്ട്. പക്ഷെ അതിന് മുകളിൽ കർമ്മ സംസ്കാരങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങളുടെ, രാഗദ്വേഷങ്ങളുടെ ഒരു കർമ്മ സംസ്കാരത്തിന്റെ കാർമേഘ പാളികൾ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള ദൈവികമായ കഴിവിനെ നമുക്ക് കാണാൻ സാധ്യല്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? മനസ്സിന് ശുദ്ധി വേണം. എന്ത് വേണം? ഒക്കെ പറയൂ. മനസ്സിന് ശുദ്ധി ഉണ്ടെങ്കിലേ ഉള്ളിലുള്ള കഴിവിനെ നമുക്ക് വളർത്തിയെടുക്കാൻ, വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നു. അപ്പൊ ഓരോരുത്തരുടെയും കർമ്മവാസനകൾ കാരണമാണ് ഉള്ളിലുള്ള കഴിവിനെ അവർക്ക് ഉണർത്തിക്കൊണ്ടുവരാൻ കൂടെ വന്നില്ല എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, സ്വർണമായാലും അമൂല്യ നിധികളൊക്കെ ആയാലും പല കല്ലുകൾ, രത്നങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കേട്ട് ഖനികൾ എന്ന് കേട്ട് കാണാം അല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം കിട്ടണമെങ്കിൽ കുളത്തിലെ വെള്ളം ശുദ്ധമായി നമ്മൾ കണക്കാക്കുവോ? ഇല്ല. അപ്പൊ കിണർ കുഴിക്കണം. ഈ കിണറിന്റെ, നമ്മൾ ആ മണ്ണിനടിയിൽ ശുദ്ധ വെള്ളമുണ്ട്. പക്ഷെ ആ വെള്ളം കിട്ടണമെങ്കിൽ കുറച്ച് കല്ലും മണ്ണും ഒക്കെ നമ്മള് കൂടെ വരണം. കിണർ കുഴിക്കണമെങ്കിൽ ആ മുകളിലൊക്കെ ഉള്ള എന്ത് മാറ്റണം? കല്ലും മണ്ണും മാറ്റണം. ആണോ? അപ്പോഴാണ് അടിത്തട്ടിലേക്ക് പോകുമ്പോൾ നല്ല നീരുറവകൾ ഉള്ള ഒരു കിണർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ആണോ അല്ലയോ? ഇതുപോലെയാണ് നമ്മുടെ സ്വഭാവങ്ങളൊക്കെ, ശീലങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ദൈവീകമായ കഴിവിനെ വികസിപ്പിക്കുന്നതിനൊരു തടസ്സമായി അതിൽ തന്നെ നിൽക്കും. മനസ്സിലായില്ലേ? ഇന്ന് നമുക്കറിയാം പല കുട്ടികളിലും ഒരുപാട് മൊബൈൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അവരെ കഴിവുകൾ അവർക്ക് വികസിപ്പിക്കാൻ പറ്റാതെയാവും. ആണോ? നിങ്ങൾ തന്നെ പറയാറില്ലേ, കളിച്ചു നടന്ന് ഭാവി നശിപ്പിക്കാന്ന് പറയാറില്ലേ? എന്താ വേണ്ടാത്തത്? നിങ്ങൾ കളിച്ചു നടന്ന് ഭാവി നശിപ്പിച്ചു എന്ന് പറയാറില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ആ കഴിവുകൾ ഉണ്ട്. പക്ഷെ ഇപ്പുറത്തെ ജീവിതം വളരെ ലാഘവത്തോടെ കൊണ്ടു നടന്ന് മനസ്സിനെ അതിന്റെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കാൻ അനുവദിച്ച് ഉള്ളിലുള്ള കഴിവുകളൊന്നും വികസിപ്പിക്കാൻ പറ്റാതെ പോകുന്നവർ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു തടസ്സം എന്ന് പറയുന്നത് കർമ്മ സംസ്കാരം എന്ന് പറയും. എന്താണ് കർമ്മ സംസ്കാരം? രണ്ടാമതൊരു പ്രശ്നമുള്ളത്, നമ്മുടെ ഉള്ളിൽ ദൈവീകമായ കഴിവുണ്ടെങ്കിലും ആ കഴിവിനെ വികസിപ്പിച്ചെടുക്കാൻ നമ്മളിൽ ഒരു വഴികാട്ടി വേണം. ആര് വേണം? ആരാണ് നമുക്ക് ഉള്ളിലുള്ള കഴിവിനെ കാണിച്ചു തരികയാണ്? അതിന് നമുക്ക് വേണ്ടതാണ് ഉപാസന എന്ന് പറയുന്നത്. എന്താണ്? ആ ഉപാസന സംസ്കാരം നമുക്കില്ലാതെയായി. അതുകൊണ്ട് എന്ത് പറ്റി? ഉള്ളിലുള്ള കഴിവുകളെയൊക്കെ വേണ്ട രീതിയിൽ കാണിച്ചു തരാൻ, വികസിപ്പിക്കാൻ പറ്റാതെ. നിങ്ങൾ ഏകലവ്യന്റെ കഥ കിട്ടും കാണും. ഏകലവ്യന്റെ ഉള്ളിൽ നല്ലൊരു ഏകലവ്യന്റെ കഥ കേട്ടില്ലേ? മഹാഭാരതത്തിൽ ഏകലവ്യൻ എന്നൊരു കഥ കേട്ടില്ലേ? ആരായിരുന്നു ഏകലവ്യൻ? ഏത് കഴിവിലായിരുന്നു പ്രഗത്ഭനായിരുന്ന ആള്? ഇതൊക്കെ നിങ്ങൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഏത് കഴിവായിരുന്നു കുട്ടിയിൽ ഉണ്ടായിരുന്നത്? ഈ വേണ്ടാത്ത നെഗറ്റീവ് എല്ലാം നമ്മൾ കേൾക്കുക, നല്ലതൊന്നും കേൾക്കില്ല. ഏകലവ്യനിൽ എന്ത് കഴിവായിരുന്നു? അസ്ത്രവിദ്യ. ദ്രോണാചാര്യൻ പഠിപ്പിച്ചില്ല, ദ്രോണാചാര്യൻ കൈവിട്ടു. എന്നാലും ആ കുട്ടിക്ക് ഒരു ഏർജ് ഉണ്ടായിരുന്നു, എനിക്ക് എങ്ങനെങ്കിലും അസ്ത്രവിദ്യ ഒന്ന് പഠിച്ചെടുക്കണം. അങ്ങനെ ഗുരുവിന്റെ പ്രതിമ വെച്ച് ആ പ്രതിമ നോക്കി പഠിച്ച് കഴിവ് നേടിയ ആളാണ് ആര്? ഏകലവ്യൻ. ഇതിന്റെ പേരാണ് ഉപാസന. നമുക്കറിയുന്നത് ലാസ്റ്റ് പാർട്ടാണ്. ഏത്? ഗുരുദക്ഷിണയായിട്ട് ഏകലവ്യന്റെ വിരൽ വാങ്ങിച്ചു എന്നുള്ളതാണ് എല്ലാവരും പ്രചരിപ്പിക്കും, ബാക്കിയുള്ളത് പ്രചരിപ്പിക്കില്ല. അപ്പൊ നോക്കൂ, തന്റെ ഉള്ളിലുള്ള കഴിവിനെ വികസിപ്പിച്ചെടുക്കാൻ ഉപാസനയിലൂടെ സാധിച്ച ആളാണ് ആര്? ഏകലവ്യൻ. ഇങ്ങനെ എത്ര കഥാപാത്രങ്ങളെ വേണം നിങ്ങൾക്ക്? ഇന്ന് പലർക്കും കഴിവില്ലാത്തതല്ല, അവരുടെ ഉള്ളിലുള്ള കഴിവിനെ വികസിപ്പിച്ചെടുക്കാനുള്ള രണ്ടാമത്തെ പ്രശ്നം, ഒരു ഉപാസനാ സംസ്കാരം, ഗുരുത്വം അവരിൽ ഇല്ലാതെ പോയി. ഉണ്ടോ? ഞാൻ പറഞ്ഞത് ശരിയാണോ ഞാൻ പറയുന്നത്?
ആദി ശങ്കരാചാര്യ സ്വാമികൾ എത്രയോ വലിയ മഹാനായി തീർന്നത്. അദ്ദേഹം ദേവി ഉപാസിച്ചു, മൂകാംബി അമ്മി ഉപാസിച്ചു എന്നൊക്കെ കേട്ടില്ലേ നിങ്ങള്? കേട്ടില്ല? ഇവരൊക്കെ ഓരോ ഉപാസനകളൊക്കെ ചെയ്തു. നിങ്ങൾ നോക്കൂ, നാരായണീയം എന്നൊരു മഹാകൃതി നമുക്ക് കിട്ടിയിട്ടുള്ളത് കൃഷ്ണനെ ഉപാസിച്ച് കിട്ടിയ കൃതിയല്ലേ? ആണോ അല്ലയോ? അല്ലെങ്കിൽ ആ ഗുരുവായൂരപ്പന്റെ മുന്നിലിരുന്ന് ഉപാസിക്കാതാണ് അങ്ങോട്ട് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക? പിങ്ങനെ ഓരോരുത്തരുടെയും കൃതികളുടെ പിന്നിൽ ഒരു ഉപാസന വിഷയം അവരെ മുന്നിൽ ഉണ്ടായിരിക്കില്ലേ? രാമനെ ഉപാസിച്ചിട്ടാണല്ലേ രാമായണം വരുന്നത്? ആണോ അല്ലയോ? ഇങ്ങനെ ഓരോ കൃതികൾ എടുത്തു നോക്കൂ നിങ്ങൾ. ഇന്ന് ആ ഉപാസന സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുന്നുണ്ട്. അമ്പലത്തിൽ തൊഴിലും ഉപാസനയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഉപാസന എന്ന് പറയുന്നത് മനസ്സിലാക്കണം. ഈ ഭാഗവതം അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ആദ്യം പറഞ്ഞ കർമ്മവാസനകളെ നമുക്ക് മാറ്റി മനസ്സിനെ ശുദ്ധീകരിക്കാം. എങ്ങനെ നമ്മുടെ ഉള്ളിലെ കഴിവിനെ വികസിപ്പിക്കുന്ന എന്തുണ്ടാക്കണം? ഉപാസന സംസ്കാരം ഉണ്ടാക്കണം. എന്തുണ്ടാക്കണം? ഉപാസന. ഇനി മൂന്നാമത്തത്, നമ്മുടെ ഏറ്റവും വലിയ മറ്റൊരു തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളാണ്. ഏതാണ്? ചുറ്റുപാടുകൾ. അപ്പൊ എന്താ ചുറ്റുപാടിന്റെ ഒരു പ്രശ്നം? ഏത് ചുറ്റുപാടുമായി നമ്മൾ ഇടപഴകുന്നോ നമ്മൾ അതായിത്തീരും. ഏത് ചുറ്റുപാടുമായി നമ്മൾ ചേർന്ന് നിൽക്കുന്നുണ്ടോ അതായിത്തീരും. പണ്ട് കാലത്തൊക്കെ വീടുകളിലുള്ള ചുറ്റുപാട് വളരെയധികം ഒരു അച്ചടക്കത്തിന്റെയും കുറെയൊക്കെ അനുഷ്ഠാനത്തിന്റെയും സംസ്കാരമുള്ളത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളിൽ ആ ഒരു സംസ്കാരം കുറച്ചൊക്കെ വീട്ടിലെ അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയതാണോ? എന്താ നിങ്ങളൊന്നും ഇടാത്തത്? ആണോ അല്ലയോ? കുറച്ചൊക്കെ അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയതല്ലേ? അല്ല, ആണ്. അപ്പൊ ആ ഒരു ചുറ്റുപാടിൽ നമ്മൾ വളർന്നു വന്നപ്പോ ആ സംസ്കാരം നമ്മളെയും സ്വാധീനിച്ചു. നമ്മൾ കേട്ടിട്ടുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. എന്നാൽ ഇന്നത്തെ നമ്മൾ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവര് വളർന്നു വരുന്ന ചുറ്റുപാട് ശരിയാണോ അല്ലയോ? അത് പറഞ്ഞാൽ മതി. ഇന്ന് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ചുറ്റുപാട് ശരിയാണോ അല്ലയോ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ശരിയാണോ അല്ലയോ? അല്ല. അപ്പൊ എന്തു പറ്റി? അവർക്കൊരു മാതൃകയാവേണ്ട ചുറ്റുപാടുകൾ, അവർക്ക് പലതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാട്, അവർക്ക് പലതും പഠിക്കാനോ പരിശീലിക്കാനോ വികസിപ്പിക്കാനോ പറ്റുന്ന ചുറ്റുപാട് ഇന്ന് വളരെ കുറവാണ്. ഞാൻ പറയുന്നത് ഒരു പക്ഷെ നീന്തൽ അഭ്യസിക്കുന്നതും സ്പോർട്സ് അഭ്യസിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അതൊക്കെ ഒരു കുട്ടികൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ. ഒരു കുട്ടിയില് വെറും സ്പോർട്സ് മാത്രം ഉള്ളത് കൊണ്ട് എല്ലാ സ്പോർട്സ്മാൻമാരും രക്ഷപ്പെട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുമോ? രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കുമോ? ഇല്ല. ഇതുപോലെ എത്രയോ സംഗീതത്തിന്റെ ക്ലാസ് ഉണ്ട്, നൃത്ത ക്ലാസ് ഉണ്ട്, പലതും നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പോയവരെല്ലാവരും രക്ഷപ്പെടുന്നുണ്ടോ? പറയൂ, ഇല്ല. അപ്പം നിരന്തരമായിട്ട് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏതിനോട് സംസർഗം ചെയ്യുന്നു ആ സംസർഗമായിരിക്കും അവരെ ജീവിതത്തിൽ അവരെ ഉന്നതരാക്കുന്നത്. നിങ്ങൾ നോക്കൂ, എല്ലാവിധ അസ്ത്രവിദ്യയും പഠിച്ച അർജുനന് യുദ്ധക്കളത്തിൽ തളരുമ്പോൾ കൃഷ്ണൻ എന്നൊരു സംസർഗം ഇല്ലായിരുന്നെങ്കിൽ അർജുനൻ ഒരിക്കലും യുദ്ധത്തിൽ ഉറക്കെ പറയൂ വിജയിക്കുമായിരുന്നില്ല. നിങ്ങൾ നോക്കൂ, ഒരുപക്ഷെ അർജുനനേക്കാളും കഴിവ്, യഥാർത്ഥത്തിൽ നിങ്ങൾ മഹാഭാരതമൊക്കെ വായിക്കുമ്പോഴല്ലോ, അർജുനനേക്കാളും കഴിവുള്ള ആളായിരുന്നു, അസ്ത്രവിദ്യയിൽ അത്രമാത്രം കഴിവുള്ള ഒരാളായിരുന്നു ആര്? നിങ്ങൾ മഹാഭാരതമൊന്നും വായിച്ചിട്ടില്ല. ആരായിരുന്നു? കർണൻ എന്ന് പറയുന്ന കഥാപാത്രം. ആരാണ്? അർജുനൻ അതിന്റെ പകുതി പോലും കഴിവില്ല വാസ്തവത്തിൽ. എന്നാൽ കർണന് കിട്ടിയ കൂട്ടുകെട്ട് ആരുമായിട്ടായി? ദുര്യോധനനുമായിട്ട്. ഒരുപക്ഷെ കർണനായിരുന്നു കൃഷ്ണനോട് കൂട്ടുകെട്ടെങ്കിൽ കർണൻ ലോകോത്തരത്തിലേക്ക് എത്തുമായിരുന്നു. പക്ഷെ ആ കൂട്ടുകെട്ട് ശരിയായില്ല. ശരിയല്ലേ ഞാൻ പറയണത്? ശരിയാണോ ഞാൻ പറയണത്? അപ്പൊ നമ്മളെ കുട്ടികൾക്ക് നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാവാൻ നല്ലൊരു സംസർഗം ഉണ്ടായി. ഇതിന്റെ പേരാണ് സത്സംഗം. എന്താ പറയാ? സത്സംഗം. ഇത് മൂന്നും നമ്മുടെ ഉത്തരവാദിത്വമാണ്. കർമ്മവാസനകളെ മാറ്റണം. ഉപാസനകളിലൂടെ അവരുടെ മനസ്സിൽ ഏകാഗ്രത വരുത്തണം. നല്ല ഒരു കൂട്ടുകെട്ടുകളിലൂടെ, സത്സംഗ ബന്ധത്തിലൂടെ ഓരോ വ്യക്തിയിലുമുള്ള ആത്മീയതയെ നമുക്ക് ഉണർത്തി
ഉയർത്തി വികസിപ്പിച്ച് പരിപോഷിപ്പിച്ച് അങ്ങനെ വികസിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അവർക്കും ഒരു മുതൽക്കൂട്ടാണ്, അവര് മറ്റുള്ളവർക്കും ഒരു മുതൽക്കൂട്ടായി നല്ല കരുത്തുള്ള കഴിവുള്ള വ്യക്തികളായി അവര് രൂപാന്തരപ്പെടും. ഇന്നിപ്പോ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് കരുത്തുണ്ടോ എന്ന് ചോദിച്ചാൽ, കഴിവുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സംശയമാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും മനോവേദന വരുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യുന്നത്, ജീവിതത്തിൽ വളരെ നിരാശയിലേക്ക് പോകുന്നത്, ഡിപ്രഷനിലേക്ക് പോകുന്നത്. പണ്ട് നമ്മൾ കേൾക്കാത്ത വാക്കുകളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡിപ്രഷൻ എന്നും അതുപോലെ തന്നെ പലതരത്തിലുള്ള മാനസികമായി സൈക്കോളജിക്കലി പല അസുഖങ്ങൾ വന്നുകൊണ്ട് നമ്മൾ കേൾക്കുന്നില്ലേ? ഇന്ന് കുട്ടികളിൽ ഉണ്ടാവുന്ന പല മാനസിക പിരിമുറുക്കങ്ങൾ കാരണം സൈക്കാട്രിസ്റ്റുമാരുടെ അടുത്തൊക്കെ പോയി നോക്കൂ, എത്ര ചെറുപ്പക്കാരാണ് വരുന്നത് അവിടെ. ഇത് തന്നെ മനസ്സിലാക്കാം, കേവലം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അതിനാണ് നമ്മൾ ഈ സപ്താഹം കേൾക്കുന്നത്. നിൽക്കട്ടെ, അപ്പൊ വേദവ്യാസ മഹർഷി അന്നത്തെ കാലഘട്ടത്തിൽ ഭാരതത്തിൽ ഉണ്ടായിരുന്ന വേദശാഖകളെ ക്രോഡീകരിച്ച് അദ്ദേഹം അതിനെ 4 ശിഷ്യന്മാരിലൂടെ തയ്യാറാക്കി. അങ്ങനെയാണ് നമുക്ക് ഋഗ്വേദവും, ഏതൊക്കെ വേദങ്ങളാണ്? ഋഗ്വേദവും യജുർവേദവും ഒക്കെ പറയൂ, സാമവേദവും അഥർവവേദവും ഒക്കെ കിട്ടിയത്. ഏതൊക്കെയാണ്? ഋഗ്വേദം, അവർക്ക് പറയണം, ഋഗ്വേദം, പിന്നെ ഏതാ വേദങ്ങള്? സാമവേദം, യജുർവേദം, പിന്നെ ഏതാണ്? അഥർവവേദം. എല്ലാവർക്കും അറിയാലോ ഇതൊക്കെ. കേട്ടിട്ടില്ലേ? ഇതൊക്കെ കേട്ടിട്ടില്ലേ? ഈ വേദങ്ങളെ ചിട്ടപ്പെടുത്തുമ്പോൾ അദ്ദേഹം 3 കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വേദത്തെ 3ആയിട്ട് നമ്മളൊന്ന് പകർക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ ഭാഗത്തെ കർമ്മകാന്ഡം എന്ന് പറയും. എന്താണ്? അതായത് കർമ്മകാന്ഡം എന്ന് പറഞ്ഞാൽ അവനവന്റെ ജീവിതത്തിൽ ഉള്ളിലുള്ള ദൈവീകമായ കഴിവിനെ വികസിപ്പിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന കർമ്മവാസനകളെ നീക്കം ചെയ്യൽ. ഇപ്പൊ നമ്മൾ കിണർ കുഴിക്കുന്നത് ഓർത്താൽ മതി. അപ്പൊ നല്ല വെള്ളമുണ്ട്, ഒരു 10 അടി താഴെ ശുദ്ധ വെള്ളമുണ്ട് എന്ന് നമ്മളോട് നല്ലൊരു നോട്ടക്കാരൻ പറഞ്ഞു. ഇനി എന്ത് ചെയ്യണം നമ്മള്? അത് പറഞ്ഞുകൊണ്ട് വെള്ളം കയ്യിൽ കിട്ടുമോ? എന്ത് ചെയ്യണം? കുഴിക്കണം. കുഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിലുള്ള മണ്ണും കല്ലും അവർക്ക് പറയൂ, ഇതിനെയാണ് കർമ്മകാന്ഡം എന്ന് പറയും. അതായത് ഇവിടെ എന്ത് കല്ലും മണ്ണ നീക്കം ചെയ്യാനുള്ളത്? ഓരോരുത്തരിലുമുള്ള പൂർവജന്മ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കൂടെ വരുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ കിണർ ഓർക്കുക. കിണറിന്റെ അകത്ത് നല്ല ശുദ്ധമായ വെള്ളമുണ്ട്. പക്ഷെ ആ വെള്ളം നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഏതെടുത്ത് മാറ്റണം? മണ്ണും കല്ലെടുത്ത് മാറ്റണം. ഇത് ക്ലിയറാണ്. ഇതുപോലെ ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ തന്നെ ദൈവീകമായ കഴിവുണ്ട്. ഇതിനെ നിങ്ങൾ വെള്ളമായി കാണണം. ഈ ദൈവീകമായ കഴിവിനെ, ശക്തിയെ വികസിപ്പിക്കണമെങ്കിൽ, ഒന്ന് ഉണർത്തിക്കൊണ്ടുവരണമെങ്കിൽ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഏതെടുത്ത് മാറ്റണം? ഞാൻ പറഞ്ഞു ഏതൊക്കെ തടസ്സങ്ങളാണെന്നുള്ളത്. ഏത് തടസ്സമാണ്? കൂടെ വന്നില്ല എന്നുള്ളത്. ഓരോരുത്തരും പൂർവ്വജന്മങ്ങളിലൂടെ കൂടെ കൊണ്ടുവരുന്ന കർമ്മ സംസ്കാരം എന്ന് പറയും. എന്താണ് ഇതിനെ പറയുക? മറ്റൊരു പേരാണ് പൂർവജന്മ കർമ്മ സംസ്കാരം. എന്താ പറയാ? കർമ്മ സംസ്കാരം. ഇത് ഉള്ളിലുണ്ടോ? ഉള്ളിൽ കഴിവുകൾ ഉണ്ടായിട്ടും കൂടെ വന്നില്ലേ നിങ്ങൾ? ഈ കല്ലും മണ്ണും അവിടെ ഉണ്ടോ? ആ വസ്തുവിൽ വെള്ളം ഉണ്ടായിട്ടും കാര്യമില്ല. ഈ കല്ലും മണ്ണും എടുത്തു നീക്കിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? വെള്ളം കിട്ടുള്ളൂ. ഇതുപോലെ പൂർവജന്മ കർമ്മ സംസ്കാരങ്ങളെ മാറ്റാത്തോളം കാലം ദൈവീക ശക്തിയെ നമുക്ക് കണ്ടെത്താൻ, വികസിപ്പിക്കാൻ അവർക്ക് പറയൂ സാധ്യമല്ല. അപ്പൊ അത് മാറ്റേണ്ടതുണ്ടോ? അവർക്ക് പറയൂ നിങ്ങൾ മാറ്റേണ്ടത്. ഇനി രണ്ടാമത് ഇതൊക്കെ കുഴിച്ച് ഈ കല്ലും മണ്ണെടുത്ത് നീക്കാൻ പോരാ, ആഴങ്ങളിലേക്ക് പോണം. വേണ്ടേ? ആണോ അല്ലയോ? ഒരു പരപ്പ് പോലെ മണ്ണ്
കൊണ്ടുവന്നെടുത്ത് നീക്കിയാൽ വെള്ളം കിട്ടാൻ പോണ്ടോ? എവിടെങ്കിലും ഒരു സ്ഥലത്ത് മണ്ണ് എടുത്ത് കല്ലെടുത്ത് ആഴങ്ങളിലേക്ക് പോകണം, വേണ്ടേ? അതായത് വെള്ളം കിട്ടുന്നത് വരെ ഉള്ളിലുള്ള കല്ലും മണ്ണും ചെളിയും ഒക്കെ എടുത്ത് മാറ്റണം. ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ ഒരു പ്രക്രിയയാണ് ഈ മണ്ണും എടുത്ത് ആഴങ്ങളിലേക്ക് പോവുക. എവിടേക്ക് പോകണം? ഇതിന്റെ പേരാണ് ഉപാസന. ഉപാസന ചെയ്യും തോറും നമ്മുടെ വ്യക്തിത്വത്തിന്റെ ആഴത്തട്ടുകളിലേക്ക് നമുക്ക് പോവാൻ സാധിക്കും. മനസ്സിലാവട്ടെ ഞാൻ പറയുന്നത്? അപ്പൊ ഉപാസന വേണോ? ഇപ്പൊ രണ്ടാമത്തെ ഭാഗത്തെ കർമ്മകാണ്ഡം എന്ന് പറയും, ആദ്യത്തെ ഭാഗത്തെ. രണ്ടാമത്തെ ഭാഗത്തെ ഉപാസനാകാണ്ഡം എന്ന് പറയും. എന്താ പറയാ? ഉപാസന. ഇനി മൂന്നാമത് നമ്മൾ അവസാനം കുഴിച്ച് നമ്മൾ എവിടെ എത്തിച്ചേരും? ആ ഒരു വെള്ളം നമുക്ക് കിട്ടും, ഇല്ലേ? ഇനി വെള്ളമൊക്കെ നമ്മൾ കണ്ടാലും മനസ്സിലാക്കണം, ആ വെള്ളം വരുന്നത് ചില ഉറവുകളിലൂടെയാണ്, അല്ലെ? ആ ഉറവുകൾ എന്ത് ചെയ്യണം? കൂടെ വന്നില്ലേ? കിണർ ഒഴിച്ച് നോക്കിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ ആ കിണറിനകത്തുള്ള ഉറവുകളെയൊക്കെ ഒന്ന് അവർക്ക് പറയൂ, തുറക്കണം. അത് അടഞ്ഞു കിടക്കുകയാണെങ്കിലോ, ആ ഉറവുകൾ അടഞ്ഞു കിടക്കുകയാണെങ്കിലോ വെള്ളം കൃത്യമായിട്ട് വരില്ല. ഇതുപോലെ മൂന്നാമത്തതാണ് നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ ഉണർത്താൻ, പ്രകാശിപ്പിക്കാൻ ഒരു ഗുരുത്വം വേണം. ഇത് വേണം? ഒരു ജ്ഞാനം നമുക്ക് പകരാനുണ്ട്, ഒരു ജ്ഞാനം നമുക്ക് അനുഗ്രഹിക്കാനുണ്ട്. അതുകൊണ്ട് അവസാന ഭാഗത്തെ പറയും ജ്ഞാനകാണ്ഡം എന്ന് പറയും. എന്താ പറയാ? ജ്ഞാനകാണ്ഡം. അപ്പൊ കിണർ കുഴിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ദൈവികമായ കഴിവിനെ, ശക്തിയെ ഉണർത്തുന്നത്. ആദ്യം കുഴിച്ച് ചളിയും മണ്ണും ഒക്കെ എടുത്ത് കളയണം. 2 ആഴങ്ങളിലേക്ക് പോകണം. 3 വെള്ളം വരുന്ന സ്രോതസ്സുകളെ, ഉറവുകളെ തുറക്കണം. വേണോ വേണ്ടയോ? എന്താ പറയാത്തത്? വേണോ വേണ്ടയോ? ഇതുപോലെ നമ്മുടെ ഉള്ളിലും എന്തുണ്ട്? ദൈവീകമായ സ്രോതസ്സുകൾ കിടക്കുകയാണ്. പക്ഷെ കർമ്മവാസനകളും അതുപോലെ തന്നെ മനസ്സിന്റെ അനേകാഗ്രതയും, അത് ഏകാഗ്രതയില്ലായ്മയും അതുപോലെ ജ്ഞാനമില്ലായ്മയും കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നമുക്ക് അറിയാനോ മനസ്സിലാക്കാനോ സാധിക്കാതെ നമ്മൾ ഈ സ്വഭാവത്തിൽ അങ്ങനെ ജീവിച്ച് അങ്ങനെ തീർന്നു പോവുകയാണ്. അപ്പൊ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. ഉള്ളിലുള്ള ദൈവീകമായ ശക്തിയും ദൈവീകമായ കഴിവുകളുമൊക്കെ പുറത്തേക്ക് നമുക്ക് പ്രവഹിപ്പിച്ചെടുക്കണം. അപ്പൊ വേദവ്യാസ മഹർഷിക്ക് മനസ്സിലായി, ഇത് അത്ര എളുപ്പമല്ല, ഇത് ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ്, അതിന് നല്ലവണ്ണം പ്രയാസപ്പെടണം. എന്നാൽ ഇതെങ്ങനെ ലഘൂകരിച്ചുകൊണ്ട് ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? വളരെ ഒരു ഇന്നൊക്കെ അങ്ങനെയാണല്ലോ, എല്ലാം നമുക്ക് ഈ സമയമില്ല പലതിനും. അപ്പൊ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ എന്താ ചെയ്യാൻ പറ്റും? ഇപ്പൊ നോക്കൂ, നിങ്ങൾ അമ്മമാര് ഭക്ഷണം വെക്കണം, വലിയ പാത്രത്തിലിട്ട് തിളപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കുക്കറിലിട്ട് വേവിക്കുന്നത്. പടേന്ന് പറഞ്ഞ് വേവും, അല്ലേ? ആണോ അല്ലയോ? അപ്പൊ പരിപ്പൊക്കെ വേവിക്കാൻ ഒരു പാത്രത്തിലിട്ട് വേവിക്കുന്നതാണോ എളുപ്പം, അതോ കുക്കറിലിട്ട് വേവിക്കുന്നതാണോ? കുക്കറിലിട്ട് വേവിക്കും. അപ്പൊ അതിന്റെ വേഗത കുറച്ചുകൂടിയും, വേഗത കൂടിയോ കുറഞ്ഞോ? കൂടും. എന്നതുപോലെ വ്യാസമഹർഷിക്ക് മനസ്സിലായി നമുക്കൊന്നും സമയമില്ലയാണ്. അപ്പൊ അതുകൊണ്ട് വേഗത്തിൽ ആളുകൾക്ക് പരിവർത്തനം ഉണ്ടാക്കണം. അതിനെന്താണ് വഴി? അതിന് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാച്ചിക്കുറുക്കി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന കൃതിയാണ് പുരാണങ്ങള്. അതിൽ സർവശ്രേഷ്ഠമായ പുരാണമാണ് 18ാമത്തെ പുരാണമാണ് ശ്രീമദ് ഭാഗവതം. എന്തിനാ ഭാഗവതം തന്നത്? ഭാഗവതം കഥ പറയാൻ വേണ്ടി തന്നതല്ല, ഓരോ വ്യക്തിയിലുമുള്ള ദൈവീകമായ കഴിവിനെയും ശക്തിയെയും, നിങ്ങൾ കിണർ ഓർത്താൽ മതി, ദൈവീകമായ കഴിവിനെയും ശക്തിയെയും ഉണർത്താൻ. ആർക്ക് വേണ്ടിയിട്ടാണ് ഭാഗവതം? കൃഷ്ണന് വേണ്ടിയിട്ടാണോ നമുക്ക് വേണ്ടിയിട്ടാണോ? അവർക്ക് പറയൂ, നമുക്ക് വേണ്ടിയിട്ട്. എപ്പോഴും ഒരു കിണർ ഒഴിക്കുന്ന ഓർത്താൽ മതി. പക്ഷെ ആ കിണറിലുള്ള വെള്ളം കിട്ടണമെങ്കിൽ മണ്ണും ചളിയും നീക്കണം, ആഴങ്ങളിലേക്ക് പോകണം, ഉറവ് തുറക്കണം, വേണ്ടേ? ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പൂർവജന്മ കർമ്മ വാസനകൾ
കൂടെ വന്നില്ല. മാറ്റണം. ഉപാസനയിലൂടെ നമ്മുടെ ദൈവീകതയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നാരായണ ഗുരുദേവന്റെ ഒരു വരികളുണ്ട്. ദൈവദശകം എന്നുള്ള കൃതി കേട്ടിട്ടുണ്ടോ? നാരായണ ഗുരുദേവന്റെ ദൈവദശകം ഒന്നും കേട്ടില്ല? കേട്ടിട്ടുണ്ടോ? അതിൽ അവസാനം അദ്ദേഹം എഴുതിയ വരികൾ എന്തറിയോ? ആഴണം വാഴണം നിത്യം നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ വാഴണം വാഴണം സുഖം എന്നാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആഴണം വാഴണം. അപ്പൊ നമ്മൾ ഉപാസനയിലൂടെ നമ്മുടെ ദൈവീകതയിലേക്ക്, ദൈവീക ശക്തിയിലേക്ക് നമ്മൾ ആഴണം. എഴുത്തച്ഛന്റെ കൃതി അത് കേട്ടിട്ടുണ്ടാവാതിരിക്കില്ല. അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു, ഇതൊന്നും കേട്ടിട്ടില്ല. എങ്ങനെയൊന്നും വായിക്കാറില്ലേ നിങ്ങൾ? ഇവിടെ ഇങ്ങനെയുള്ള വായനകളൊന്നും ഇല്ല. അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിൻ പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ. ഈ ഒരു തരത്തിൽ ഉപാസനയിലൂടെ ആഴങ്ങളിലേക്ക് പോകണം. ഇപ്പൊ നമ്മള് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഉപാസനയൊക്കെ മാറ്റണം. തൊഴുതു പോകലായാൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. അപ്പൊ അത് ഉപാസനയാക്കണം. അപ്പൊ എങ്ങനെയാണ് ഉപാസിക്കേണ്ടത്? അത് നമുക്ക് ഭാഗവതം പറഞ്ഞു. അവസാനം നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയുടെ, കഴിവിന്റെ ആ ഉറവ ഒന്ന് തുറക്കണം. അതിനാണ് ഇവിടെ വേദവ്യാസ മഹർഷി അവസാനം നമുക്ക് ജ്ഞാനം പകരുന്നത്. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങൾ, കർമ്മവാസനകൾ നീക്കി ഏകാഗ്രത വരുത്തി അവസാനം ജ്ഞാനനിഷ്ഠ നമ്മളിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മളിലെ ദൈവീകമായ ശക്തിയെയും ദൈവീകമായ കഴിവിനെയും നമ്മളെ അറിയിച്ചും അനുഭവിപ്പിച്ചും ആസ്വദിപ്പിച്ചും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ സഹായിക്കുന്ന കൃതിയാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഭാഗവതം കേൾക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടി. ഇനിയും നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. ഇനിയും നിങ്ങളിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഇനിയും നിങ്ങളിൽ കുറെ ദൈവീകമായ മഹത്വമുണ്ട്. ഇനിയും ഒരുപാട് നിങ്ങളിൽ നിന്നും നിങ്ങൾക്കും സമൂഹത്തിനും കുടുംബത്തിനും കിട്ടേണ്ട കാര്യങ്ങൾ അത് നിങ്ങളിൽ തന്നെ ഉണ്ട്. അതൊന്ന് വികസിപ്പിച്ചെടുക്കുക വേണം. അതിങ്ങൾ പുറത്തേക്ക് എടുക്കണം. അതിന് 7 ദിവസത്തെ ഒരു സപ്താഹ പ്രക്രിയയിലൂടെ വ്യാസഭഗവാൻ നമ്മളെ സഹായിക്കുകയാണ്. ഇപ്പൊ ഭാഗവതം വേണോ? ഇപ്പൊ വേദത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഏത്? ഭാഗവതം. അതുകൊണ്ട് ഭാഗവതത്തെ വിളിക്കുക സർവവേദാന്ത സാരം എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? പറയൂ. സർവവേദ. പക്ഷെ പലപ്പോഴും ഇതൊക്കെ ഉണ്ടല്ലോ, അത് കഥാരൂപത്തിൽ അവതരിപ്പിച്ചതിനെ മോശമാക്കി കളഞ്ഞു. അപ്പൊ പൊതുവെ ജനങ്ങളുടെ വിചാരം എന്താണ്? ഭാഗവതം എന്ന് പറഞ്ഞാൽ ഒരു കഥയാണ്. വാസ്തവത്തിൽ കഥ പറയാനല്ല ഭാഗവതം. ഭാഗവതം ഓരോ വ്യക്തിയിലുമുള്ള ദൈവീകതയെ ഉണർത്താൻ വേണ്ടിയിട്ട്. കിണർ എപ്പോഴും ഓർക്കുക. കിണറിന്റെ എക്സാമ്പിൾ ഓർത്താൽ മതി. ഒരു നമ്മൾ കിണർ ഒഴിക്കുന്നത് വെറുതെയാണോ? നിങ്ങൾ പറമ്പിലൊരു കിണർ ഒഴിക്കുന്ന വീട്ടിലെ ആവശ്യത്തിനല്ലേ? ആണോ അല്ലയോ? എന്നതുപോലെ നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നത് നമ്മളിലെ ദൈവീകതയെ ഉണർത്തിയെടുക്കാനാണ്. അത്ഭുതകരമാണ്. ഇങ്ങനെ വ്യാസഭഗവാൻ ഇത് പറഞ്ഞു തരുമ്പോൾ അദ്ദേഹം ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളായിട്ടാണ്, 335 അധ്യായങ്ങളായിട്ടാണ് ഭാഗവതത്തെ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. 12 സ്കന്ധങ്ങളും 335 അധ്യായങ്ങളും. എത്ര സ്കന്ധം? ഇപ്പൊ നിങ്ങൾ ഒരു മരത്തെ ഓർക്കുക. ഒരു മരം മനസ്സിൽ കാണും. അതിൽ 12 പ്രധാന കൊമ്പുകള്, ശാഖകള്. ഈ 12 കൊമ്പ് ശാഖകളില് 335 ചെറിയ ചെറിയ കൊമ്പുകളാണ്. അപ്പൊ ഒരു വലിയ വൃക്ഷം, അതിൽ 12 മെയിൻ ശാഖകള്, അതിൽ 335 ശാഖകള്, അതിലൊരു 14,400 ഇലകള്. അപ്പോ ഈ ഇലകളെയാണ് ഇവിടെ എന്ത് വിളിക്കുക? ശ്ലോകങ്ങൾ എന്ന് വിളിക്കുക. എന്താണ്? ശ്ലോകങ്ങൾ. പൊതുവെ എല്ലാവരും പറയാ ഭാഗവത്തിൽ എത്ര ശ്ലോകം ഉണ്ടെന്നാണ്. കേട്ടില്ലേ നിങ്ങൾ? 18,000 ശ്ലോകങ്ങൾ ഉണ്ടെന്നൊക്കെ കേട്ടില്ലേ? ഉണ്ട്. പക്ഷെ അത്രയൊന്നും ശ്ലോകങ്ങൾ ഇല്ല. ഇപ്പൊ ആകെ ഉള്ളത് എത്രയുള്ളൂ? 14,000 ശ്ലോകങ്ങളൊക്കെയാണ്. കുറെ നമുക്ക് നഷ്ടപ്പെട്ട് കാണും. ഇതൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ ഭാഗവതം. കാരണം മുഗളന്മാരിവിടെ ഭരിച്ചു, ബ്രിട്ടീഷുകാർ ഭരിച്ചു, അതൊന്നൊക്കെ സർവൈവ് ചെയ്തത് വന്നിട്ടുണ്ടെങ്കിൽ
കുറെയൊക്കെ നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടിയതിന് ഭാഗ്യം. ഇതായിരിക്കില്ല ഒരുപക്ഷെ, ഇങ്ങനെ ആയിരിക്കില്ല ഈ കൃതി. പോട്ടെ, ഇനി പാട്ടവൻ നമുക്ക് ഉള്ളതുണ്ടല്ലോ. ഇപ്പോ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഒരു കൃതിയിലൂടെ എങ്ങനെ നമ്മളിലെ ദൈവീകത ഉണർത്താം എന്ന് അദ്ദേഹം കാണിച്ചു തരികയാണ്. അതിൽ 12 സ്കന്ധങ്ങളിൽ പ്രഥമ സ്കന്ധം, ഒന്നാം സ്കന്ധത്തെ പറയുന്നത് ആര് ഭാഗവതം കേൾക്കണം. രണ്ടാം സ്കന്ധം പറയുന്നത് ആര് ഭാഗവതം പറയണം എന്നാണ്. ഈ ഭാഗവതം കേൾക്കേണ്ടത് ആരാണ്? ഇപ്പൊ നിങ്ങളൊക്കെ ഭാഗവതം കേൾക്കുന്നുണ്ട്, ഞാനൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളിലെ ദൈവീകത ഉണർത്താനാണ് ഞാൻ ഈ കേൾക്കുന്നതെന്ന ബോധമില്ലാത്തവർ കേട്ടിട്ട് അവർക്ക് പറയൂ, കാര്യമൊന്നുമില്ല. അവർക്കത് വെറും ഒരു കഥയാണ്, അവർക്ക് വെറും ഇതൊരു ടൈം പാസ്സാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് മരിക്കുന്നത് വരെ എന്റെ ജീവിതത്തിൽ ഇനിയും പല നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്താണ് എനിക്ക് ചെയ്യേണ്ടത്? എന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരിക്കണം? എന്റെ ഒരു ഏരിയ എന്തായിരിക്കണം? ഇത് നിങ്ങളുടെ തെളിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അറിയില്ല. മരണം വരെ സമയം പോകുന്നത് അറിയുന്നത്. ഇപ്പോഴും നമുക്ക് സമയം പോകുന്നത് അറിയില്ല, കാരണം തോണ്ടിയിരുന്നാലും സമയം പോകും. പക്ഷെ അങ്ങനെ തോണ്ടി ഇരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് യാതൊന്നും അതൊന്നും കിട്ടാനില്ല. നമ്മൾ വെറുതെ സമയം കളയല്ല, കൊല്ലുകയാണ്. എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് പ്രയോജനമുണ്ടോ? പറയൂ നിങ്ങൾ. ആരുടെയൊക്കെയോ റീൽ കണ്ടതുകൊണ്ടും ആരുടെയൊക്കെയോ പ്രോഗ്രാം കണ്ടതുകൊണ്ടും ഏതൊക്കെയോ ന്യൂസ് വായിച്ച് നമ്മൾ സമയം കണ്ടതുകൊണ്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? അവർക്ക് പറയൂ, ഇല്ല. ഇപ്പൊ നമ്മളെ കൊണ്ട് നമുക്കും ഒരു പ്രയോജനം ഉണ്ടാവണം, നമുക്കൊരു സമൂഹത്തിനും പ്രയോജനം ഉണ്ടാവണം. പണ്ടുള്ള ആളുകള് അവര് നമുക്ക് തന്നിരിക്കുന്ന ഈ ആഘോഷങ്ങളും സംസ്കാരവും ഒക്കെ അവര് സമൂഹത്തിന് അങ്ങനെ പകർന്നു തന്നുകൊണ്ടല്ലേ ഇന്നും ഉള്ളത്? ആണോ? അവര് തന്നതിന് ആചരിക്കലാണ് നമ്മുടെ ജോലി. അല്ലാതെ ഉണ്ടോ? അപ്പൊ നമുക്കെങ്ങനെ ഇതിനെ സംസ്കൃതി സമ്പന്നമാക്കി വെക്കാൻ പറ്റും? അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇതിനോടൊക്കെ ഉള്ളൊരു ഒരു ചേർച്ചയും ഇതിനോടുള്ള ഒരു ആവേശവും ഒത്തൊരുമയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വലിയ മാറ്റം അവരിലുണ്ടാവും. ഇപ്പൊ നോക്കൂ, നമ്മളൊന്ന് നമ്മുടെ കേരളത്തിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മാസവും നമുക്ക് തന്നിരിക്കുന്ന പലതരത്തിലുള്ള ആഘോഷങ്ങളുണ്ട്, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഇനിയിപ്പം നമ്മളിപ്പം ഇരിക്കുന്നത് നവംബർ മാസമാണ്. ഇനി നമുക്കറിയാം 17-ാം തീയതി മുതൽ ശബരിമല മണ്ഡലകാല വ്രതം തുടങ്ങുകയാണ്, അല്ലേ? അപ്പൊ പണ്ട് കാലത്തൊക്കെ ഈ ശബരിമല മണ്ഡലകാലം നമ്മുടെ പൂർവികര് നല്ല ചിട്ടയിലും ഒരു എന്താ പറയാ തപസ്സിലും അവർ കൊണ്ടു നടന്നിരുന്നു. ഉണ്ടോ? നോൺ വെജ് ഒക്കെ മാറ്റി, അതുപോലെ പല വീട്ടിൽ കള്ളു കുടിക്കുന്നവർ കള്ളുകൂടി മാറ്റി, പുകവലി മാറ്റി, വ്രതനിഷ്ഠയായി അമ്മമാര് രാവിലെ കുളിക്കുന്നു, പശുവിനെ കറക്കണു. പണ്ട് കാലത്ത് നെയ്യ് എടുത്തു വെക്കുന്നു. ഇങ്ങനെയുള്ളവര് ചിലരാണെങ്കിൽ കാലത്തെണീറ്റ് അമ്പലത്തിൽ പോയി കുളത്തിൽ പോയി കുളിച്ച് ഒന്നിച്ച് ശരണം വിളിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? ഉണ്ടോ? എന്നാൽ അത് നമ്മളായിട്ട് എവിടെയോ കളഞ്ഞു കുളിച്ചപ്പോൾ ഇന്നത്തെ തലമുറകൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? അവർക്ക് പറയൂ നിങ്ങൾ. അപ്പൊ നോക്കൂ, നമ്മുടെ പൂർവികരെന്തോ നമുക്ക് തന്നു, പക്ഷെ അതിനെ അതുപോലെ കൊണ്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോയതെന്താ? അതിന് ഇത് മാത്രമല്ല, പല കാര്യങ്ങളും. കാരണം അവര് നമുക്ക് തന്നപ്പോൾ അവർക്കതിൽ ശ്രദ്ധയും ഭക്തി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് വെച്ചാൽ ആ ശ്രദ്ധയും ഭക്തിയൊക്കെ കൊണ്ടു നടന്നു എന്നല്ലാതെ അതിൽ ആ ജ്ഞാനത്തെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചില്ല. കാരണം അടുത്ത തലമുറ കുറെ കൂടി വിദ്യാഭ്യാസമുള്ളവരാണ്. അടുത്ത തലമുറ മറ്റു ഇതര സംസ്കാരങ്ങളോട് ഇടപഴകി ജീവിക്കുന്നവരാണ്. അപ്പൊ അവരുടെ ഉള്ളിൽ ചോദ്യങ്ങൾ വരും. ഇതെന്തിനാണ് ആചരിക്കുന്നത്? ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇത് വേണ്ട വിധത്തിൽ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരും ഇത് ഭംഗിയായി കൂടെ വന്നില്ല. ഇത് ഭംഗിയായിട്ട് അവര് കൊണ്ടുപോയേനെ. പക്ഷെ നമ്മുടെ ഭാഗത്ത് അതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ പഠിക്കാൻ നമ്മൾ ആരും കൂടെ വന്നില്ല. നമ്മളാരും ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആരും നമുക്ക് വേണ്ടതുപോലെ പറഞ്ഞു തരാനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് കുട്ടികൾ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ അവര് നമ്മളിൽ നിന്നും അകന്നുപോയി. അപ്പൊ ഇതിലൊരു മാറ്റം ഉണ്ടാക്കണോ? വേണോ വേണ്ടയോ?
അപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളിൽ എന്തിനാണ് വരുന്നത്, എന്താണ് അവിടെ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് ആ കുട്ടികളിൽ ഒരു ബോധം ഉണ്ടാക്കണോ? വേണോ വേണ്ടയോ? അതോ അന്ധമായിട്ട് അങ്ങനെ പോയി വരികയാണോ നല്ലത്? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ നല്ലത്? ഏതാ വേണ്ടത്? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ നോക്കൂ, നമ്മളെക്കാളും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളത് വിദേശികൾക്കാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് രമണാശ്രമത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ തമിഴ്നാട്ടിലെ രമണ മഹർഷിയുടെ ആശ്രമം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം വിദേശികള് അവിടെ വന്ന് ഇരുന്ന് ധ്യാനിക്കുന്നത് കാണാം. അവരിത് മനസ്സിലാക്കിക്കൊണ്ടുവരുന്നതല്ലേ. നമ്മൾ കുട്ടികളെയും കൊണ്ട് അവിടെ പോയി, നമ്മൾ അവിടെ ധ്യാനിച്ചിരിക്കാനൊന്നും പോയില്ല, തൊഴുതിട്ട് വരും. അവര് ധ്യാനിച്ചിരിക്കുന്നതിന് കാരണം അവർക്ക് ആ സ്ഥലത്തിനെ കുറിച്ചും ആ മഹാത്മാവിനെ കുറിച്ചും അദ്ദേഹം മനസ്സിലാക്കിയ കാര്യത്തെക്കുറിച്ചും അവർക്ക് പറയൂ, അവര് വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കി, എന്നിട്ടാണ് അവിടെ അവർ വന്നിരിക്കുന്നത്. ആണോ അല്ലയോ? ഉറക്കെ പറയൂ നിങ്ങള്. ഇന്നിപ്പോ യോഗയുടെ മഹത്വം അവര് മനസ്സിലാക്കിയോണ്ടല്ലേ വിദേശികൾ അത് കൊണ്ട് നടക്കുന്നത്. ആണോ അല്ലയോ? അപ്പൊ അവര് നമ്മുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഈ അറിവ് കൊടുക്കണ്ടേ? വേണോ വേണ്ടയോ? അപ്പൊ നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്വമാണ് ഇത് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളും ആചരിക്കാൻ, നമ്മുടെ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ. ഈ ഒരു കാര്യത്തിൽ നമ്മളൊരു വിജയം കൈവരിച്ചാൽ അടുത്ത തലമുറ നമ്മളെക്കാളും ശ്രേഷ്ഠരായിട്ട് മാറിയിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ഒരു വലിയൊരു ഒരു സമയമാണ്, ഒരു ട്രാൻസ്മിഷൻ പീരീഡ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിതൊന്നും പഠിച്ചിട്ടില്ല, പറഞ്ഞു കൊടുക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് കുട്ടികൾ നമ്മളിൽ നിന്നും വളരെ അകന്നു പോയി കളഞ്ഞു. അവരിനി വേറൊരു സംസ്കാരത്തിലേക്ക് ചുതിരെത്തുന്നതിന് മുമ്പ് തന്നെ അവരെ ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ കഴിയുന്നതും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മളാൽ ആവും വിധത്തിൽ കുട്ടികളിലേക്ക് ഇത് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൈകളിൽ നിന്നും വിട്ടുപോവില്ല. ഈ ഉത്തരവാദിത്വം ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? ഉറക്കെ പറയൂ നിങ്ങള്, ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്. കാരണം ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഇത് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ആ ഒരു ബോധത്തിൽ വേണം ഇത് കേൾക്കാൻ. ഭാഗവത് അതാണ് അധികാരി എന്ന് പറയുന്നത്. എനിക്കും എൻ്റെ സമൂഹത്തിനും ഇതുകൊണ്ട് പ്രയോജനമുണ്ടാവണം, എനിക്കും എൻ്റെ സമൂഹത്തിനും ഒരു വ്യക്തത ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ പോയി, അല്ലെങ്കിൽ ഇവിടുത്തെ അമ്പലത്തിൽ പോയി ഇരിക്കണം. അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദേവി ആരാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ശാസ്ത്രീയമായ, അതായത് നമ്മുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഋഷിവര്യന്മാര് പറഞ്ഞ കാര്യത്തെ വെച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു കാര്യം ആത്മാർത്ഥതയോടെ അർപ്പണത്തോടെ ചെയ്യാൻ സാധിക്കും. ഏതൊരു കാര്യം നമുക്ക് വ്യക്തമായി അറിവുണ്ടോ അത് നമുക്ക് ഒരു സംശയവുമില്ലാതെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളോട് പറയാണ്, ഇപ്പം എന്നോട് പറയാണ്, സ്വാമി ഇവിടെ നിന്ന് കാലിക്കറ്റ് വരെ പോകണമെന്ന്. എൻ്റെ കയ്യിൽ ഗൂഗിൾ മാപ്പ് ഇല്ലെങ്കിൽ എനിക്ക് 10 പേരോട് ചോദിക്കേണ്ടി വരും, അല്ലേ? വേണ്ടി വരുമോ? കാര്യം ഇവിടുത്തെ റോഡുകൾ ഏതൊക്കെയാണ്, മറ്റു ഉൾ റോഡുകൾ, മറ്റു കണക്റ്റിംഗ് റോഡുകൾ എനിക്കറിയില്ല. നേരെ മറിച്ച് സ്ഥിരമായി ഇവിടുന്ന് കാലിക്കറ്റിലൊക്കെ പോകുന്ന നിങ്ങളോട് ഗൂഗിൾ മാപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ലേ? പറ്റുമില്ലയോ? കാരണം നിങ്ങൾക്ക് ഇവിടുത്തെ റോഡുകളൊക്കെ അത്രയും ഉറപ്പാണ്, ബൈഹാർട്ടാണ്. ഈ റോട്ടിലൂടെ പോയാൽ ഇന്ന റോട്ടിലേക്ക് എത്തും, ആ റോട്ടിലൂടെ പോയി ഇന്ന കണക്ഷൻ കിട്ടും, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈവേയിൽ കണക്ഷൻ ആണോ അല്ലയോ? നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിന്റെ ആവശ്യമുണ്ടോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഇല്ല. എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ ചാലക്കുടിയിലാണ് വരുന്നതെങ്കിൽ അവിടെ കുറച്ച് ഇന്റീരിയർ ആയിട്ട് റോഡിലൂടെ നിങ്ങളെ കൊണ്ടുപോയി അവിടെ കൊണ്ട് നിങ്ങളെ വിട്ട് എന്നിട്ട് നിങ്ങളോട് പറയാം തൃശ്ശൂരിലേക്ക് പോയിക്കോളൂ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഞാൻ തൃശ്ശൂരിലേക്ക് പോവുക? കാരണം നിങ്ങൾക്ക് അറിയില്ല ആ വഴി. എന്നാൽ ഞങ്ങളവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്ന് തൃശ്ശൂർ പോകൽ ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പിന്റെ ആവശ്യമില്ല. കാരണം പോയി 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 ആ റോഡ് ഞങ്ങൾക്ക് ബൈഹാർട്ടാണ്. ആണോ അല്ലയോ? ഏത് സ്ഥലത്തായാലും മനുഷ്യന്റെ ഉള്ളിൽ വ്യക്തതയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഇതുപോലെയാണ്
നമ്മൾ ആത്മീയതയും കൊണ്ട് നടക്കേണ്ടത്. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ തന്നെ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്തുണ്ടാവണം? ഒരു വ്യക്തത. ഇന്ന് നമുക്കുണ്ടോ? എന്തേ നിങ്ങൾ മിണ്ടാതെയത്? ഉണ്ടോ ഇല്ലയോ? ഉറക്കെ പറയൂ. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇന്നതാണ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഒരു അമ്പലത്തിൽ പോയി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മളിപ്പോ പറഞ്ഞു കൊടുത്ത് തൊഴണം, പ്രാർത്ഥിക്കണമെന്നേ പറഞ്ഞു കൊടുത്തത് അല്ലേ? അതിനപ്പുറം പറഞ്ഞു കൊടുത്തവരുണ്ടോ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഭൂരിപക്ഷം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരാണോ? ആണോ? അല്ല. അപ്പൊ അതും തന്നെ മനസ്സിലാക്കണ്ടേ, നമ്മളും അന്തമില്ലാത്തവരാണ്, അവരും അന്തമില്ലാത്തവരായിട്ട് മാറുകയാണ് ഇല്ലേ? ഇത് ധൃതരാഷ്ട്രയുടെ പിന്നാലെ വേറൊരു അന്തം പോകുന്ന പോലെ ഇരിക്കും ഇപ്പൊ കുട്ടികൾ അമ്പലത്തിൽ പോകുന്നത്. ആരെ പിന്നാലെ? ധൃതരാഷ്ട്രന്റെ പിന്നാലെ വേറൊരു കണ്ണ് കാണാത്തവൻ അമ്പലത്തിൽ പോയാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെയാണ് ഇപ്പൊ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ക്ഷേത്രങ്ങളിൽ വരുന്നത്. നമുക്കൊരു അന്തമില്ല, അവർക്ക് അത്രയും അന്തവുമില്ലൊരു ഒന്നുമില്ല. അവരും എന്തോ ചെയ്യുന്നു, മനസ്സിലായില്ലേ? കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിൽ അവിടെ ഇരുന്ന് എന്താണ്, നിങ്ങൾക്കാണെങ്കിൽ തൊഴുതിട്ടും മതിയാവുന്നില്ല. കുട്ടികൾക്കാണെങ്കിൽ ദോശ കഴിക്കാൻ പോകേണ്ടതുണ്ട്. നിങ്ങൾ ഗുരുവായൂരൊക്കെ പോയി നോക്കൂ. നിങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണാം, ഭാര്യ എന്താണ് പ്രദക്ഷിണത്തോട് പ്രദക്ഷിണം, ഭർത്താവ് ഉണ്ടാവും ഇലക്ട്രിക്കൽ പോസ്റ്റ് പോലെ ഒരു ഭാഗത്ത് നിൽക്കണം. എന്നിട്ട് ചോദിക്കും, കഴിഞ്ഞില്ലേ ഇതിന്റെ തൊഴിൽ? അങ്ങോട്ടും ഇങ്ങോട്ടും ബാളം വെച്ച് പിന്നെ രണ്ടുപേരും കൂടെ ഹോട്ടലിൽ പോയി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നു. ഗുരുവായൂരിൽ പോയിട്ടുണ്ട്, നല്ല ഭക്ഷണം കിട്ടി എന്നുള്ളതാണ് ഒരു ഓർമ്മ. ആ രീതിയിലേക്ക് നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ ആയിപ്പോയി. മനസ്സിലാവുണ്ടോ? എന്നാൽ അവിടെ ഒരു 10 മിനിറ്റ് ഇരുന്ന് ഗുരുവായൂരപ്പൻ ആരാണ്, ഞാൻ ഗുരുവായൂരപ്പനെ അനുഭവിച്ചു, ഗുരുവായൂരപ്പൻ ശരിക്കും എവിടെയാണ്, ഇതൊക്കെ ഒന്ന് അറിയണ്ടേ? വേണ്ടേ? അപ്പൊ അതിന് നമുക്ക് അധികാരി എന്ന് പറയും. അതായത് എന്റെ ജീവിതത്തിൽ എന്നിലെ ദൈവീകതയിലേക്ക് എനിക്ക് ഉയരുകയും ഇത് മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയും വേണം. അതിനാണ് ഞാൻ ഇത് കേൾക്കുന്നത്. ഞാൻ എൻ്റെ ഉള്ളിലുള്ള ദൈവീകതയിലേക്ക് ഇറങ്ങി ചെല്ലുകയും വേണം, അല്ലെങ്കിൽ അതിലേക്ക് ഉയരുകയും വേണം. മറ്റുള്ളവർക്ക് ഞാൻ അവർക്ക് പറയൂ, ഒരു വഴി കാണിക്കുന്ന ആളായി മാറണം. വേണം. ഇനി രണ്ടാമത് ആരിത് പറഞ്ഞു കൊടുക്കണം? അങ്ങനെ വഴി കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ വേണം, ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അല്ലെങ്കിൽ ആളുകൾ വെറും കഥ കേട്ടുകൊണ്ട് പോവും. ഒരു ആത്മീയ ബോധമുള്ളവർ വേണം, ആത്മീയമായ അവബോധമുള്ളവർ വേണം, അനുഷ്ഠാനമുള്ളവർ വേണം, ഇതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെയുള്ളവരെയാണ് ആചാര്യൻ എന്ന് പറയാം. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചരിച്ച് അനുഷ്ഠിച്ച് ജീവിക്കുന്നവരെയാണ് ആരെന്ന് പറയാ? ആചാര്യൻ. അപ്പൊ നമ്മളും ക്രമേണ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമ്മളും ആരായി മാറണം? ഒരാചാര്യനായിട്ട് മാറണം. എന്ന് വെച്ചാൽ സ്വാമി ആവണമെന്നല്ല, അനുഷ്ഠിക്കണം. മൂന്നാമത്തത്, അങ്ങനെ എന്താണ് അനുഷ്ഠിക്കേണ്ടത്, എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്, എന്തായിരിക്കണം അനുഭവം എന്നത് പറഞ്ഞു തരുന്ന അറിവിന്റെ ഒരു വിശാലമായ ഒരു വ്യാഖ്യാനമാണ് പിന്നീട് ഭാഗവതത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം ആര് കേൾക്കണം, ആര് പറയണം, എന്ത് കേൾക്കണം, ആ കേൾക്കേണ്ടതിന്റെ ഒരു വളരെ മഹത്തായ ഒരു സന്ദേശങ്ങളെ ചിട്ടപ്പെടുത്തി ക്രോഡീകരിച്ച് കഥകളിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണ് വേദവ്യാസ മഹർഷി. ഇങ്ങനെ 12 സ്കന്ധങ്ങളിലൂടെ നമ്മളെ ഒരു തീർത്ഥയാത്ര ചെയ്യിച്ച് അവസാനം ആത്മസാക്ഷാത്കാരത്തിന്റെ പടിയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തി നമ്മളിൽ തന്നെ ദൈവീകമായ അനുഭൂതിയും അതുപോലെ തന്നെ ആ ശക്തിയും നേടിത്തന്ന നമ്മുടെ ജീവിതത്തെ ഇന്നുള്ള ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമാക്കി കുറെ കൂടി ആത്മബലവും ആത്മതൃപ്തിയും ആത്മശക്തിയും അതുപോലെ ആത്മ ഉത്തരവാദിത്വമുള്ള വ്യക്തിത്വങ്ങളാക്കി നമ്മളെ പരിവർത്തനം വരുത്തുന്നു ഭാഗവതം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഈ ഭാഗവതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഒരു കിണർ ഒഴിക്കുന്നത് എപ്പോഴും ഓർക്കുക. കിണർ ഒഴിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? അതിലുള്ള മണ്ണും മറ്റും നീക്കം ചെയ്യണം. രണ്ടാമത് ആഴങ്ങളിലേക്ക് പോകണം.
3 ഉറവുകൾ തുറക്കണം. വേണ്ടേ? ഇത് തന്നെയാണ് നമ്മളിലും ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള പൂർവജന്മ കർമ്മ വാസനകൾ മാറ്റി ഉള്ളിലേക്ക് ആഴത്തിലേക്ക് ഉപാസനയിലൂടെ ഇറങ്ങിച്ചെന്ന് നമ്മുടെ ഉള്ളിലുള്ള അവിടെ ഉറവുകളാണ് തുറക്കുന്നെങ്കിൽ ഇവിടെ തുറക്കുന്നത് ജ്ഞാനക്കണ്ണാണ്. ഉൾക്കണ്ണിന്റെ ഉറവ തുറക്ക്. ഏത് കണ്ണിന്റെ ഉറവ്? ഒരു കാഴ്ചപ്പാട് തന്നെ ജീവിതത്തിൽ ടോട്ടലി മാറ്റിയെടുത്ത് ഇല്ലാത്തവരല്ല നിറഞ്ഞ അനുഗ്രഹവും ശക്തിയും ഒക്കെ ഉള്ളവരാക്കി നിങ്ങളെ മാറ്റുക. അപ്പൊ ഈ ഭാഗവതം കേട്ട് കഴിഞ്ഞ് നിങ്ങൾ പരിശീലിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറവുകളല്ല നിറവുകളാണുള്ളത്. ഒന്നിനും ഒരു കുറവല്ല ഉള്ളത്, എല്ലാറ്റിനും ഒരു നിറവ് കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് കുറവുകൾ കാണുന്നത് ഏതുപോലെ വെച്ചാൽ ഒരു കിണറ് കുഴിക്കാതെ നമ്മൾ വെള്ളം കാണാത്ത അവസ്ഥ പോലെയാണ്. എന്നാൽ രണ്ടാമത് നമ്മൾ കിണർ കുഴിച്ച് അവസാനം വെള്ളം കാണുമ്പോൾ വെള്ളമില്ലായ്മയുടെ കുറവാണോ കാണുക, വെള്ളത്തിന്റെ നിറവാണോ കാണുക? ഇതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാണുന്നുവെങ്കിൽ നമ്മൾ കുറവുകളെ കാണുന്നു. ഏത് കാണുന്നില്ല? നിറവ് കാണുന്നില്ല. നിറവ് കാണണ്ടേ? ഒരു ദൈവികമായ സാന്നിധ്യത്തിന്റെ ശക്തിയുടെ അനുഭൂതിയുടെ നിറവ് കാണണോ വേണ്ടേ? എത്ര പേർക്ക് കാണണം? അപ്പൊ അതിന് കുഴിക്കണം. അതിനിപ്പോ പിക്കാസും കൈക്കോട്ടെടുത്ത് കൊണ്ടുവരില്ല. ഈ കുഴിക്കല് ഇവിടുത്തെ പറമ്പിലല്ല. ഈ കുഴിക്കൽ എവിടെയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിലാണ്. വേണോ വേണ്ടേ? വേണം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ കൂടുതൽ ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഇത് ജീവിതത്തെ മാറ്റം വരുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായി. എല്ലാവരും കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വേഗം വന്നിരിക്കുക. നമുക്ക് കുറച്ചുകൂടി അധ്യായങ്ങൾ പാരായണം ചെയ്ത് വീണ്ടും നമുക്ക് തുടരാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഇന്നോട് എല്ലാവരും ഒക്കെ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. പ്രിയരെ, 1-2 അറിയിപ്പുകൾ ആ ഇരിപ്പിടത്തിലിരുന്ന് കേൾക്കണമെന്ന് അറിയിക്കുകയാണ്. ഇന്നത്തെ ഒരു പ്രധാന പരിപാടി എന്നുള്ളത് ഗോപാലക സംഗമമാണ്. വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ. അതിനു മുന്നോടിയായി നാടൻ പശുക്കളെ നമ്മൾ പൂജിക്കുന്നുണ്ട്. ഗോശാലയിൽ വെച്ച് 9 മണിക്ക് ശേഷം ക്ഷേത്രത്തിലെ മേൽ